നമസ്കാരം. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കും CMRL ഉടമകൾക്കുമെതിരെ കൂടുതൽ അന്വേഷണത്തിന് ED നീക്കം തുടങ്ങി. CMRL കേസിലെ SFIO റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ED കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ അപേക്ഷ നൽകി. കമ്പനി കേസുകൾ പരിഗണിക്കുന്ന അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് ED ഈ അപേക്ഷ നൽകിയിട്ടുള്ളത്. SFIO റിപ്പോർട്ട് കോടതി നമ്പർ 8 ഫയലിൽ സ്വീകരിച്ച ശേഷമാകും EDയുടെ ഈ അപേക്ഷയിന്മേൽ തീരുമാനമെടുക്കുക. CMRL എക്സാലോജിക് ഇടപാടിൽ കൊച്ചി ED യൂണിറ്റ് നേരത്തെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ EDയും കൂടി ഇറങ്ങുകയാണോ? ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹം ഗൗരവമായി കാര്യങ്ങൾ എടുക്കുന്നില്ല എന്നുള്ളതാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി വരുമ്പോൾ മുഖ്യമന്ത്രി ഗൗരവത്തോടു കൂടി കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരുമോ എന്ന് ചർച്ച ചെയ്യുന്നു സൂപ്പർ പ്രൈം ടൈം. എന്നോടൊപ്പം ശ്രീ K. അരുൺകുമാർ CPM, ശ്രീ ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസ്, ശ്രീ ഷോൺ ജോർജ് BJP എന്നിവർ. ആദ്യം ശ്രീ K. അരുൺകുമാർ, ഇന്നലെ ഈ SFIOയുടെ റിപ്പോർട്ടിനെ മുഖ്യമന്ത്രി നിസാരവൽക്കരിക്കുകയായിരുന്നു. ഞാനിതിനെ വലിയ ഗൗരവത്തോടു കൂടിയൊന്നും കാണുന്നില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. കമ്പനി നിയമപ്രകാരമുള്ള ഈ പറഞ്ഞ അന്വേഷണവും അതിനുശേഷമുള്ള നടപടിക്രമങ്ങളും ഒക്കെ ഒരു സംരംഭകയും കമ്പനി കാര്യ മന്ത്രാലയവും തമ്മിലുള്ള കേസ് എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി കളത്തിലേക്ക് വരുന്നതോടെ കാര്യങ്ങൾ കുറെ കൂടി ഗൗരവത്തോടു കൂടി കാണേണ്ടി വരില്ലേ? ഒരിക്കലുമില്ല. കാരണം ഡൽഹി ഹൈക്കോടതിയിൽ ഒരു കേസ് നിലനിൽക്കുന്നത് ഈ SFIOയുടെ അന്വേഷണത്തിന്റെ ഒരു സാധുത ചോദ്യം ചെയ്ത് തന്നെയാണ്. ആ കേസ് വാദം നടന്നുകൊണ്ടിരിക്കുന്നു. ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു വിധിന്യായം എന്ന് പറഞ്ഞാൽ അതൊരു വിധിയല്ല, ഒരു സെറ്റിൽമെന്റ് ഓർഡറാണ്. പരസ്പരം ഒത്തുതീർക്കുന്ന ഒരു ഉത്തരവാണ്. ആ ഉത്തരവിന്റെ കണ്ടന്റ് വച്ചുകൊണ്ട് മറ്റൊരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് അന്വേഷണം നടത്താനോ മറ്റൊരു കേസിന്റെ ഭാഗമാക്കി മാറ്റാനോ അധികാരമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ 2024 ജനുവരി മാസം 12-ന് ഇവിടെ കമ്പനി കാര്യ വകുപ്പ് ഒരു ഉത്തരവിറക്കി. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് സെക്ഷൻ 212(1) അനുസരിച്ചിട്ട് അന്വേഷണം നടക്കട്ടെ എന്നുള്ള തരത്തിൽ അതിന് 1 മാസം കാലാവധി നിശ്ചയിച്ചു. പക്ഷെ 18 ദിവസം കഴിഞ്ഞപ്പോൾ 212 പ്രകാരം മറ്റൊരു ഉത്തരവിറക്കി. ഇതിൽ കൃത്യമായി SFIO അന്വേഷിക്കട്ടെ എന്ന്. അതായത് ഒരു അന്വേഷണത്തിനും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സെറ്റിൽമെന്റിന്റെ കണ്ടന്റ് എടുത്തുകൊണ്ട് ഒരേ കാര്യത്തിന് 2 ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിക്കുന്നു. അപ്പോൾ ആ അന്വേഷണം നിയമവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കണം, അതുപോലെ അന്വേഷണം ക്വാഷ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് CMRL ഡൽഹി ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തത്. അതോടൊപ്പം തന്നെ തനിക്ക് കിട്ടിയ ആദ്യം ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ നോട്ടീസ്, അതിന്റെ ഭാഗമായി തനിക്ക് ഹാജരാക്കാനുള്ള രേഖ ഹാജരാക്കി കൊടുക്കാനുള്ള മൊഴി കൊടുത്തു. അപ്പോൾ അതേ കണ്ടന്റിൽ തന്നെ മറ്റൊരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ നോട്ടീസും മറ്റു കാര്യങ്ങളും വരുന്നു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കമ്പനി സ്ഥിതി ചെയ്യുന്ന ബാംഗ്ലൂർ തന്നെ എക്സലോജിക് കമ്പനിക്ക് വേണ്ടി വീണ വിജയനും ഒരു റിട്ട് പെറ്റീഷൻ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ കൊടുക്കുന്നു. ആ കേസിന്റെ വാദത്തിന്റെ ഇടയിൽ ഈ FSIO കൊടുത്ത അഫിഡവിറ്റ്, ആ അഫിഡവിറ്റിൽ പറഞ്ഞത് ഞങ്ങൾ അന്വേഷിക്കുന്നത് ഈ കണ്ടന്റ് അല്ല, മറിച്ച് ഇവിടെ 182 കോടി രൂപ KMRൽ നിന്ന് പല ഘട്ടത്തിൽ പലർക്ക് കൊടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ, അതുപോലെ തന്നെ അമ്പലത്തിന്റെ ഉത്സവം, മാധ്യമങ്ങൾ എല്ലാം, പള്ളി, മറ്റു തരത്തിൽ കൊടുത്തവർ, അതാണ് മെയിനായിട്ട് അന്വേഷിക്കുന്നത്. അതിന്റെ ഒപ്പം അനുബന്ധ കാര്യങ്ങൾ എന്ന രൂപത്തിലാണ് ഈ അന്വേഷണം പോകുന്നത് എന്ന അഫിഡവിറ്റ് വന്നപ്പോഴാണ് ആ കേസിൽ അന്വേഷണം തുടരാൻ അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാൽ കൃത്യമായി പറഞ്ഞാൽ 2/9/2024 ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു ഈ കേസിൽ ഒരു കുറ്റപത്രവും സമർപ്പിക്കരുത്, അന്വേഷണം നടത്താം, കുറ്റപത്രം സമർപ്പിക്കരുത് എന്ന്. അതിനുശേഷം വാദം നടന്ന് 23/12/2024 ആ കേസ് വിധി പറയാൻ മാറ്റിയത്. വിധി പറയാൻ മാറ്റി 2 മാസം കഴിഞ്ഞപ്പോൾ ആ വിധി പറയാനിരുന്ന ജഡ്ജിയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റിയതായി ഉത്തരവ് വരുന്നു. ആ ഉത്തരവ് വന്ന് ദിവസങ്ങൾക്ക് ഉള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിച്ചതായി വാർത്ത വരികയും ചില ചാനലിലൂടെ ഒരു സീക്രട്ട് ഡോക്യുമെന്റ് എന്ന രൂപത്തിൽ ഒരു കരട്, കൃത്യമായും സമ്മറി ഓഫ് ചാർജ് എന്ന രൂപത്തിൽ വാർത്ത വരികയാണ്, അതേ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു എന്ന്. ഒരു കോടതി വാക്കാൽ കുറ്റപത്രം കൊടുക്കരുതെന്ന് പറഞ്ഞാൽ ആ ജഡ്ജി മാറിയാലും ആ വിധി അങ്ങനെ നിൽക്കുകയാണ്. വീണ്ടും CMRL അതിലൊരു പെറ്റീഷൻ ഫയൽ ചെയ്ത് 2 ദിവസം മുമ്പ് ഡൽഹി ഹൈക്കോടതിയിൽ കേസ് വന്നു. ആ പുതിയ ജഡ്ജി പറഞ്ഞു ആരുടെ മുന്നിലാണ് അണ്ടർടേക്കിംഗ് വന്നത്, ആരാണ് നടത്തിയത്, അത് പഴയ ജഡ്ജിയാണ് എന്ന് പറയുന്നു. ആ പഴയ ജഡ്ജിക്ക് ട്രാൻസ്ഫർ ഉത്തരവ് വന്നിട്ടുണ്ടെങ്കിലും ആ കോടതിയിൽ നിന്ന് ആ ജഡ്ജി പോയിട്ടില്ല, മറ്റു കോടതിയിൽ ചുമതല എടുത്തിട്ടില്ല. അതുകൊണ്ട് ആ ജഡ്ജി തന്നെ പരിശോധിക്കട്ടെ, പരിഗണിക്കട്ടെ എന്ന് പറയുന്ന ഒരു സാഹചര്യം നിൽക്കുകയാണ്. അതുകൊണ്ട് നിയമവിരുദ്ധമായിട്ടുള്ള അന്വേഷണം നടത്തുന്ന ഏജൻസികൾ ആ അന്വേഷണമായിട്ട് പോകുന്നതിൽ ഞങ്ങൾക്കൊരു ഭയവുമില്ല. ഇപ്പോൾ ED വന്ന് റിപ്പോർട്ട് ചോദിച്ചതായി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, ആയിക്കോട്ടെ. EDയുടെ വിശ്വാസയോഗ്യതയും മറ്റ് സാഹചര്യങ്ങളും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ 95 ലക്ഷം രൂപ രാഷ്ട്രീയ നേതാക്കൾ കൈപ്പറ്റിയതിലും, അതുപോലെ മാധ്യമങ്ങളും മറ്റ് പള്ളിയും അമ്പലങ്ങളും എല്ലാം കൈപ്പറ്റിയ 135 കോടിയിലും അതിലൊന്നും അന്വേഷണമില്ല. നിയമപരമായി ബാങ്ക് വഴി ടാക്സ് അടച്ച്, GST അടച്ച്, ഓഡിറ്റിംഗ് നടത്തി ബാലൻസ് ഷീറ്റ് കീപ്പ് ചെയ്യുന്ന ബാങ്ക് വഴിയുള്ള ട്രാൻസാക്ഷൻ മാത്രമായ കേസ് അത് 1.72 കോടി
90 ലക്ഷം രൂപ കടമെടുത്തു എന്ന് പറഞ്ഞു. ആ കടമെടുത്തതും ഇപ്പോൾ FSIOന്റെ കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടു എന്നതാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ നിയമവിരുദ്ധമായിട്ടുള്ള അന്വേഷണവുമായി പോകുന്നവർ പരമാവധി പോയിക്കോട്ടെ, ഞങ്ങൾക്ക് അതിലൊന്നും ഒരു ഭയമില്ല. കൃത്യമായി ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണ്, നേരിടാൻ തയ്യാറാണ് എന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത്. ഞാൻ അങ്ങനെയൊക്കെ വരാം. ഷോൺ ജോർജ്, ശരിയാണ്, ഇത് SFIOയുടെ അന്വേഷണത്തിലാണ്, കുറ്റപത്രം നൽകി കഴിഞ്ഞിരിക്കുന്നു. കമ്പനി കാര്യ മന്ത്രാലയമാണ് ഇക്കാര്യത്തിൽ കോർപ്പറേറ്റ് ഫ്രോഡ് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നത്, സ്വാഭാവികമാണ് അക്കാര്യം. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കുറ്റപത്രം തേടുന്നത് എന്താണ് EDക്ക് ഈ വീട്ടിൽ കാര്യം? ഞാൻ ആദ്യം അരുൺ പറഞ്ഞ കാര്യങ്ങളിലെ ഫാക്ച്വൽ ആയിട്ടുള്ള കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്, അതൊന്ന് ചൂണ്ടിക്കാണിച്ചോളട്ടെ. ഒന്ന്, 210 അനുസരിച്ചുള്ള എൻക്വയറി ഓർഡർ ചെയ്തതിന് ശേഷം എന്തുകൊണ്ട് 212 അനുസരിച്ചുള്ള എൻക്വയറി ഇല്ല എന്ന ചോദ്യത്തിന് ഹൈക്കോടതി ചോദിച്ചപ്പോൾ അതിൻ്റെ അടുത്ത പോസ്റ്റിങ്ങിന് മുമ്പായിട്ട് തന്നെ ജനുവരി 31, 2024 ഈ SFIO എൻക്വയറി ഓർഡർ ചെയ്യായിരുന്നു. അതിനുശേഷം ഈ SFIOയുടെ അന്വേഷണത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഡൽഹി ഹൈക്കോടതിയിൽ കേസ് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ചാർജ് കൊടുത്തതെന്ന് പറഞ്ഞു. ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് KSIDC കേരള ഹൈക്കോടതിയിലും അതിനുശേഷം വീണയുടെ കമ്പനി എക്സാലോജിക്ക് ബാംഗ്ലൂർ ഹൈക്കോടതിയിലും അതിനുശേഷമാണ് ഡൽഹിയിൽ CMR സെയിം ഫാക്ട്സ് ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട്, അതായത് ഈ അന്വേഷണം നിയമവിരുദ്ധമാണ്, അതുമാത്രമല്ല ഇത് ഈ രഹസ്യമായുള്ളൊരു ഡോക്യുമെൻ്റ്, പ്രത്യേകിച്ച് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ രഹസ്യ സ്വഭാവമുള്ളൊരു ഡോക്യുമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ളൊരു കേസ് അന്വേഷണം പാടില്ല എന്ന സെയിം ഫാക്ട്സാണ് ഈ 3 കോടതിയിലും ഇവർ ഉപയോഗിച്ചത്. ആ 3 ഹൈക്കോടതി ഇത് തള്ളി. മൂന്നാമത് ഞാൻ ഏറ്റവും അവസാനത്തെ ദിവസം ഡിസംബർ 23 ഞാൻ ആ ഡൽഹി ഹൈക്കോടതിയിൽ ഹാജരായിരുന്നൊരു മനുഷ്യനാണ്. അവിടെ വളരെ ഓപ്പണായിട്ട് തന്നെ കോടതി ചോദിക്കുകയുണ്ടായി, ഇത് അന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന അഭിഭാഷകരാണ് അന്ന് അവിടെ പങ്കെടുത്തത്, അന്ന് കോടതിയിലുണ്ടായിരുന്നു. ഈ 3 ഹൈക്കോടതി തള്ളി സാധനം എടുത്തുകൊണ്ട് എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് പച്ച മലയാളത്തിൽ ജഡ്ജി ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ അതിനുശേഷം അത് ഈ കേസ് ജഡ്ജ്മെൻറ്റിനായിട്ട് റിസർവ് ചെയ്തു. ആ റിസർവ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് ഡിവിഷൻ ബെഞ്ചിലേക്ക്, ആ ജഡ്ജിന് ഡിവിഷൻ ബെഞ്ചിലേക്ക് പ്രമോഷനായി. അതിനുശേഷമാണ് അദ്ദേഹം അലഹബാദ് ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ആകുന്നത്. ഇനി ഇതിന് ശേഷം കഴിഞ്ഞ ദിവസം അർജൻറ്റ് പെറ്റീഷനിലാണ് മിനിങ്ങാന്ന് വാദം വന്നത്. പക്ഷെ അതിന് മുമ്പ് നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിനുശേഷം ഈ കേസ് ഡൽഹി ഹൈക്കോടതി പരിഗണിച്ചപ്പോൾ CMRന്റെ ഉദ്യോഗസ്ഥർ പറഞ്ഞ് ഇത്തരത്തിൽ ഒരു സ്റ്റേ ആവശ്യമുണ്ട്, ഞങ്ങൾക്ക് സ്റ്റേ വേണം, സ്റ്റേ അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ് മെയ് മാസത്തിലേക്ക് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ അർജൻറ്റ് പെറ്റീഷൻ വന്നപ്പോഴാണ് മിനിങ്ങാന്നും സ്റ്റേ അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ ബാങ്ക് ട്രാൻസാക്ഷൻ്റെ കാര്യം പറഞ്ഞു. നമ്മളെല്ലാവരും എപ്പോഴും ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചിരിക്കുന്നൊരു വിഷയം, കൈക്കൂലി വാങ്ങിച്ചാൽ എന്നാ ടാക്സ് അടച്ചില്ലേ എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ഈ മേടിച്ച പണത്തിന് ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അത് കൈക്കൂലിയായി. അത് പോട്ടെ, ഈ 1.72 നിങ്ങൾ പറയുന്ന പോലെ തന്നെ അത് സേവനം ലഭിച്ചതിന് കിട്ടിയതാണെങ്കിൽ അതിനുശേഷം ഈ കമ്പനിയുടെ തന്നെ ഉടമസ്ഥയിലുള്ള എംപവർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന നോൺ ബാങ്കിങ് ഫൈനാൻസ് കോർപ്പറേഷനിൽ നിന്നും 90 ലക്ഷത്തോളം രൂപ വാങ്ങിച്ചു. കടം വാങ്ങിയതാണ്. അരുൺ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു, കടം വാങ്ങിയതാണ്. സാധാരണയൊക്കെ നമ്മൾ കടം വാങ്ങുക എന്ന് പറഞ്ഞാൽ കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാനല്ലേ. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഈ നിമിഷം വരെയും ആ പണം തിരികെ കൊടുത്തിട്ടില്ല. അപ്പോൾ അത് എന്ത് പണമാണ്? അതിൻ്റെ ലോജിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിലനിൽക്കുന്ന കേസിനെ സംബന്ധിച്ച് ആ കേസിന് സ്റ്റേ കിട്ടിയിട്ടില്ല, അന്വേഷണത്തിന് തടസ്സമില്ല. അങ്ങനെയാണെങ്കിൽ അന്വേഷണത്തിന് തടസ്സം പറയണ്ടേ, അല്ലെങ്കിൽ ഇവരോട് ചാർജ് കൊടുക്കാൻ പാടില്ലെന്ന് പറയണ്ടേ. ഇതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇത് ഏത് ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി പറയുന്ന പോലെ മുഖ്യമന്ത്രി പറയുന്ന പോലെ ഇത് ഏത് ഘട്ടത്തിലാണ് ഇതിനകത്ത് അനാവശ്യമായ ഇടപെടലുണ്ടായിട്ടുള്ളത്? ശരി, അതാണ് ചോദ്യം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇവിടെ ഇപ്പോൾ സാധാരണ നിലയിൽ നമ്മൾ ഈ കേസിനെ വിലയിരുത്തുകയാണെങ്കിൽ ഇത് 2 കമ്പനികളുമായി ബന്ധപ്പെട്ട കോർപ്പറേറ്റ് ഫ്രോഡ് ആരോപിക്കപ്പെട്ട കേസാണ്. എക്സാലോജിക് എന്ന കമ്പനി മതിയായ സേവനങ്ങൾ നൽകാതെ CMRL എന്ന കമ്പനിയിൽ നിന്ന് പണം പറ്റിയിട്ടുണ്ട്, അതിൽ ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻ എന്ന നിഗമനത്തിലേക്ക് കമ്പനി കാര്യ മന്ത്രാലയം എത്തുന്നു. അതിൻ്റെ ഏജൻസി അത് സംബന്ധിച്ച കുറ്റപത്രം നൽകുന്നു. അതനുസരിച്ച് ഇതിൻ്റെ പ്രോസിക്യൂഷൻ നടപടികളാണ് നടക്കേണ്ടത്. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിൻ്റെ മുന്നണിയോ അദ്ദേഹത്തിൻ്റെ സർക്കാരോ അതിനെ അങ്ങനെയല്ല കാണുന്നത്. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് ഇത് എൻ്റെ രക്തത്തിന് വേണ്ടിയുള്ള നീക്കമാണ് എന്നുള്ളതാണ്.
അപ്പോൾ ഇങ്ങനെ ഒരു കോർപ്പറേറ്റ് ഫ്രോഡ് അലർജ് ചെയ്തിരിക്കുകയാണ്, ആരോപിച്ചിരിക്കുകയാണ്. അത് അങ്ങനെയല്ല, ഇത് നിയമവിധേയമായ ഒരു പ്രതിഫല സ്വീകരണം മാത്രമാണ് ഉണ്ടായത് എന്ന് കമ്പനികാര്യ മന്ത്രാലയത്തെ കോടതിയെ ബോധിപ്പിച്ചാൽ തീരുന്ന ഒരു വിഷയത്തിൽ ഇതൊരു രക്തത്തിനു വേണ്ടിയിട്ടുള്ള നീക്കമാക്കുന്നത് എന്തിനായിരിക്കും അങ്ങനെയാണെങ്കിൽ? അവിടെയാണ് നമുക്ക് നേരിട്ട് ആ പോയിന്റിലേക്ക് തന്നെ വരാം. അഭിലാഷേ, ഇവിടെ മുഖ്യമന്ത്രി പറയുന്നത് എൻ്റെ രക്തത്തിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ, ഈ സംസ്ഥാനത്തോ ഈ രാജ്യത്തോ ഒരു തൊഴിലും ചെയ്യാതെ ഒരാൾക്ക് അയാളുടെ അക്കൗണ്ടിലേക്ക് 2,70,00,000 രൂപ കിട്ടിയിട്ടുള്ള മറ്റൊരാളെ കാണിച്ചു തരാമോ താങ്കൾക്ക്? ഇവിടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയാണ് വീണ വിജയൻ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവർക്ക് ഒരു പണിയും ചെയ്യാതെ മേലനങ്ങാതെ അവരുടെ അക്കൗണ്ടിലേക്ക് 2,70,00,000 രൂപ ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ 2,70,00,000 രൂപ ലഭിച്ചിട്ടുണ്ടെങ്കിൽ എന്തിന് ലഭിച്ചു എന്ന് പറയണം, എന്ത് പ്രവൃത്തിയുടെ ഭാഗമായി ലഭിച്ചു എന്ന് പറയണം. തുടക്കം മുതൽ ഈ ചർച്ചകൾ ഒന്നും വേണ്ടല്ലോ. മുഖ്യമന്ത്രി ഇന്നലെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ അല്ലെങ്കിൽ എക്സാലോജിക്കിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒറ്റയാളേ ഉള്ളൂ, ഏക ഡയറക്ടറാണ്, അത് മുഖ്യമന്ത്രിയുടെ മകളാണ്. ഈ കമ്പനിയോ ആ കമ്പനിയുടെ ഡയറക്ടറോ മുഖ്യമന്ത്രിയുടെ മകളോ ഇതെല്ലാം ഒരാളാണ്. മുഖ്യമന്ത്രിയുടെ മകളോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെയോ പോട്ടെ, ഇത് ഏറ്റെടുത്തിരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയോ ഇപ്പോൾ പുതുതായിട്ട് വന്ന പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ ഇപ്പോൾ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന അരുൺകുമാറോ, എന്ത് സേവനമാണ് ഈ കമ്പനിക്ക് വേണ്ടി എക്സാലോജിക്ക് നൽകിയിട്ടുള്ളത്? CMRL വേണ്ടി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. എന്ത് സേവനം എന്ന് പറയുമ്പോൾ ചോദ്യങ്ങൾ അവിടെ ഉപചോദ്യങ്ങൾ ഉയരും. ഒന്ന്, ഈ മൈക്രോസോഫ്റ്റിന്റെ സോഫ്റ്റ്വെയർസ് മാത്രം ഉപയോഗിക്കുന്ന ഒരു ഫേമിൽ നിങ്ങൾ എന്ത് സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾ നൽകിയിട്ടുള്ളത്? അതിന് എന്ത് മെയിൻ്റനൻസ് ആണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത്? എന്ത് മാനേജ്മെന്റ് ആണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത്? അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഫിസിക്കലി ആ സ്ഥാപനത്തിന് നൽകിയിട്ടുള്ള സേവനം എന്ത്? അങ്ങനെ ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് അതിൻ്റെ ടെക്നിക്കൽ ഹെഡ്, ആ സ്ഥാപനത്തിന്റെ CMRL സ്ഥാപനത്തിന്റെ ടെക്നിക്കൽ ഹെഡ് തന്നെ പറയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് എന്താണ്? ഇതിനെ സംബന്ധിച്ച് ആ കമ്പനിയുടെ ഉടമസ്ഥൻ പറഞ്ഞിട്ടുണ്ട്. കമ്പനിയുടെ ഉടമസ്ഥൻ ആരാണെന്നും കമ്പനിയുടെ ഉടമസ്ഥനും പിന്നെ KSIDC തമ്മിലുള്ള ബന്ധവും കമ്പനിയുടെ ഉടമസ്ഥൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്ന ഏത് സാഹചര്യത്തിലാണെന്നും ഒക്കെ നമുക്കറിയാം. അന്വേഷണ ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഇങ്ങനെ സേവനം ലഭിച്ചായിട്ട് കിട്ടിയിട്ടില്ല. അതിനപ്പുറത്തേക്ക് അരുൺകുമാർ ഒറ്റ വാചകം പറഞ്ഞാൽ മതി, ഈ പ്രൊക്വയർമെന്റ്, ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ മെയിൻ്റനൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് എന്ത് സേവനമാണ് ഈ പറയുന്ന മൈക്രോസോഫ്റ്റിന് അപ്പുറത്തേക്ക് ഈ കമ്പനിക്ക് നൽകാൻ കഴിയുക? ഈ കമ്പനിക്ക് അങ്ങനെ നൽകുവാൻ പറയുന്ന എക്സാലോജിക്കിന് എന്തെങ്കിലും അംഗീകാരമുണ്ടോ, അവകാശമുണ്ടോ? നമുക്കൊക്കെ അറിയാവുന്നതല്ലേ, ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നതാണ്. ഈ മൈക്രോസോഫ്റ്റിന്റെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുകയാണ്, അതിന് നിശ്ചിത തുക ഓൺലൈനിൽ പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ നമ്മുടെ സിസ്റ്റത്തിൽ ഉപയോഗിക്കാം. എന്നിരിക്കെ നിങ്ങൾ എന്ത് സേവനം നൽകി, ഇത്തരത്തിൽ എന്ത് സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊടുത്തത്? ഇതിന് ഇത് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മാത്രം അവസാനിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒന്നിന് പിറകെ ഒന്നായി നിരവധി ഹൈക്കോടതികളിൽ പോകുന്നു. ആ ഹൈക്കോടതിയിൽ പോയതിനു ശേഷം ഇതെന്റെ എൻ്റെ രക്തത്തിന് വേണ്ടിയുള്ള പിന്നെ നീക്കമാണ് എന്ന് മുഖ്യമന്ത്രി പറയേണ്ട സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നതിന് പകരം മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ കിട്ടിയ 2,70,00,000 രൂപ എന്ത് പണിയെടുത്തിട്ടാണ് കിട്ടിയതെന്ന് മാത്രം പറഞ്ഞാൽ പോരെ അഭിലാഷേ? അതല്ലേ ഇവിടുത്തെ കൃത്യമായ ഒരു ചോദ്യമായിട്ട് അവശേഷിക്കുന്നുള്ളൂ. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാത്തത്തോളം കാലം ഈ വിഷയമായി തന്നെ നിലനിൽക്കും. ഇനി ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. നോക്കൂ, ഇവിടെ നമ്മൾ ഞാൻ ഇവർ കൊടുത്തതിന് തത്തുല്യമായ സമയമാണല്ലോ, ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് 2,70,00,000 രൂപ വന്നിരിക്കുന്നു. അതിന് ഞങ്ങൾ ഇൻകം ടാക്സ് അടച്ചു, അതിന് ഞങ്ങൾ GST അടച്ചു, അത് ഞങ്ങൾ അക്കൗണ്ടിലൂടെയാണ് വാങ്ങിയിട്ടുള്ളത്. അവിടെയാണ് പ്രശ്നം. അവിടെയാണ് PMLA ആക്ടിന്റെ വയലേഷൻ ഉണ്ടായിരിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിച്ചിരിക്കുന്നു. അതാണല്ലോ ഈ PMLA ആക്ടിൽ വരുന്നത്. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് അനുസരിച്ചാണെങ്കിൽ ഇവിടെ എന്ത് ഒരു ജോലിയും ചെയ്യാതെ 2,70,00,000 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് വരികയും അത് വെള്ളപ്പണമാക്കി മാറ്റുകയും ടാക്സ് അടച്ചത് ലീഗലൈസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ അഴിമതിയിലൂടെ കിട്ടിയ പണം ലീഗലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിനെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയാതെ പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ എത്ര കോടതി കയറി ഇറങ്ങിയിട്ട് എന്താ കാര്യം? ഏത് ഏജൻസി തെറി പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടെ അടിസ്ഥാനപരമായി നിങ്ങൾ പറയേണ്ട ചോദ്യത്തിന് ഉത്തരം ഇന്നുവരെ നൽകുവാൻ ഉത്തരവാദിത്വപ്പെട്ട ആർക്കും കഴിഞ്ഞിട്ടില്ല. അത് കഴിയാത്രത്തോളം കാലം നിങ്ങൾ സംശയത്തിന്റെ മുൾമുലയിലാണ് എന്ന കാര്യത്തിൽ. കാരണം ആ ഉത്തരം നൽകാൻ നിങ്ങൾക്ക് അസാധ്യമാണ്, കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ജോലി ചെയ്യാതെ മേലനങ്ങാതെ ഈ 2,70,00,000 രൂപ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലേക്ക്, ഞാൻ ഒരിക്കലും പറയുന്നില്ല വീണ എന്ന പേര് പറയുന്നില്ല, മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ അറിവും വേറെ ആരുടെയും എന്താ അഭിലാഷിന്റെ പേരിലൊന്നും വരാത്തത്? ഞാൻ വേണമെങ്കിൽ അക്കൗണ്ട് കൊടുക്കാം, CMRL എൻ്റെ അക്കൗണ്ടിലോട്ട് അയക്കട്ടെ. എന്താ നമുക്ക് ആർക്കും തരാത്തത്? എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലേക്ക്? അത് എന്നിട്ടെന്താ ന്യായീകരണം? എന്താ ഇങ്ങനെ പിന്നെ ടെക്നിക്കൽ സപ്പോർട്ട് കൊടുത്തു, ഇങ്ങനെ സോഫ്റ്റ്വെയർസ് വിതരണം ചെയ്തു, അതിന്റെ മെയിൻ്റനൻസ് നടത്തി എന്നൊക്കെ പറഞ്ഞാൽ ആ അരിയാഹാരം കഴിക്കുന്ന ആരാ വിശ്വസിക്കുക? ആർക്കാ ദഹിക്കുക? അപ്പോൾ വസ്തുതകളായിരിക്കണം. കുറ്റം ചെയ്തിരിക്കുന്നു. ഈ കുറ്റത്തിൽ നിന്ന് നിങ്ങൾക്ക്
തെളിവുകളുടെ പിൻബലത്തിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കുറ്റത്തിൽ നിന്ന് പിന്മാറുക അല്ലെങ്കിൽ പുറകോട്ട് പോവുക അസാധ്യമാണ്. ഇതിനെ സംബന്ധിച്ച് ഇലക്ട്രോണിക് എവിഡൻസുകൾ ഉണ്ട്. ആ എവിഡൻസുകൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു കാരണവശാലും മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ കുറ്റത്തിൽ ഈ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെടുക അസാധ്യമാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് ആരെ തെറി പറഞ്ഞാലും, ഏത് കോടതിയെ പറഞ്ഞാലും, ഏത് മാധ്യമങ്ങളെ പറഞ്ഞാലും, ഏത് പ്രതിപക്ഷത്തെ പറഞ്ഞാലും നിങ്ങൾക്ക് ഈ ഊരാക്കുടുക്കിൽ നിന്ന് തലയൂരുക അസാധ്യമാണ് എന്ന കാര്യത്തിൽ തർക്കവും വേണ്ട. ശരി, ശ്രീ അരുൺകുമാർ, ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഒരു ഹർജി പരിഗണനയിലുണ്ട് എന്ന്. ശരിയാണ്, CMRLന്റെ ഒരു ഹർജി ഡൽഹി ഹൈക്കോടതിയിൽ ഇന്നലെയും അത് പരിഗണനയ്ക്ക് വന്നിരുന്നു. ആ ഹർജി കേസ് മുമ്പ് കേട്ട ബെഞ്ചിലേക്ക് വിട്ടിരിക്കുകയാണ്. അതിൽ തീർപ്പുണ്ടാവട്ടെ. അക്കാര്യത്തിൽ ഈ ഒരു ഉറപ്പ് കൊടുത്തിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ രണ്ടഭിപ്രായമുണ്ട്. ശരി, അത് കോടതി കഴിഞ്ഞു വരട്ടെ. പക്ഷേ ഇപ്പോൾ എന്തായാലും നമ്മുടെ മുമ്പിലുള്ള വസ്തുത എന്താണ്? അത് ഒരു കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഒരു ചാർജ് ഫ്രെയിം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണല്ലോ. അപ്പോൾ ആ ചാർജ് സംബന്ധിച്ച് അപ്പോൾ തന്നെ ആ ഹർജി അസാധുവാകുമെന്ന വാദമുണ്ട്. എന്തായാലും കോടതിയിൽ നടക്കേണ്ടത് അവിടെ നടക്കട്ടെ. പക്ഷേ എന്തായാലും കമ്പനി നിയമം 447 അനുസരിച്ചുള്ള കുറ്റകൃത്യം എക്സാലോജിക്കിന്റെ ഉടമസ്ഥയായ വീണ തൈക്കണ്ടിയിൽ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും SFIOയുടെ കണ്ടെത്തൽ, കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഏജൻസിയുടെ കണ്ടെത്തൽ. അപ്പോൾ ആ കണ്ടെത്തൽ അനുസരിച്ച് തന്നെ അവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇടപെടാം എന്നിരിക്കെ ഇവിടെ ഉയർത്തിയ ചോദ്യം ഉണ്ടല്ലോ, എന്ത് സേവനം, എന്ത് കപ്പാസിറ്റിയിൽ ചെയ്തു കൊടുത്തു, എന്ത് സേവനം കൊടുത്തിട്ടാണ് ഈ പ്രതിഫലം വാങ്ങിയത് എന്ന് സ്വാഭാവികമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോടും വിശദീകരിക്കേണ്ടി വരില്ലേ വീണ തൈക്കണ്ടിയിൽ? ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞതിൽ നിന്ന് ഞാൻ തുടങ്ങാം, സമയം തരണം. വ്യക്തിപരമായി വീണ എന്ന ഒരു വ്യക്തിയുമായി കരാറില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ മകൾ, മുഖ്യമന്ത്രിയുടെ മോൾ എന്ന് കൂട്ടിച്ചേർക്കുന്നു. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതും സഖാവ് പിണറായി വിജയന്റെ മകൾ എന്ന് പറയുന്നു എന്നതുകൊണ്ട് തന്നെയാണ് കൃത്യമായി എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്നും പാർട്ടി ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം പറയാനും ഈ കേസിനെ പ്രതിരോധിക്കാൻ തീരുമാനിച്ചത് എന്നും കൃത്യമായി മുഖ്യമന്ത്രി മറുപടി പറയുകയുണ്ടായി. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയോ സർക്കാരോ ഏതെങ്കിലും വകുപ്പിനെയോ ആ വകുപ്പിൽ നിന്നൊരു ഇല്ലീഗൽ ഗെയിൻ ഉണ്ടാക്കാൻ, ഒരു അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് CMRL മുഖ്യമന്ത്രിയുടെ മോളായി കരാറുണ്ടാക്കിയത് എന്നാണല്ലോ UDFും ചില മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നത്. കേരളത്തിന്റെ ഹൈക്കോടതി എന്താ പറഞ്ഞത്? ഒരു തെളിവുമില്ല, ഒരു രേഖയുമില്ല. ഒരു ഘട്ടത്തിൽ പോലും സ്വകാര്യ മേഖലയിൽ ഖനനാനുമതി LDF സർക്കാർ കൊടുത്തിട്ടില്ല. അത് കൊടുത്തത് 2021 AK ആന്റണി സർക്കാരാണ്. ആ AK ആന്റണി സർക്കാർ CMRL അടക്കം ഖനനാനുമതി കൊടുത്തത് റദ്ദാക്കിയത് VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ് ആണ്. കളക്ടറും അതുപോലെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും CMRLന്റെ ഖനനാനുമതി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴെല്ലാം ഒരാഴ്ചക്കകം അത് റദ്ദാക്കിയിരുന്നു. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ VS സർക്കാരല്ല, AK ആന്റണി സർക്കാർ തന്നെയാണ് ഖനനാനുമതി റദ്ദാക്കിയത്. കേൾക്കൂ, താങ്കൾ കേൾക്കൂ. ഇവിടെ LDF ഒരു ഘട്ടത്തിൽ പോലും കൊടുത്തിട്ടില്ല എന്നതിൽ താങ്കൾക്ക് ഡിസ്പ്യൂട്ട് ഉണ്ടോ? VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ് അതിൽ ശക്തമായിട്ടുള്ള നിലപാടെടുത്തതിൽ താങ്കൾക്ക് തർക്കമുണ്ടോ? ഇല്ല. കളക്ടറും ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഈ കേസ് പരിഗണിക്കണം, CMRLന്റെ ആവശ്യം പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ടും ആ ആവശ്യം പരിഗണിക്കാതെ അതിൽ നിയമപരമായി മാത്രം തീരുമാനമെടുക്ക് എന്നതിൽ നോട്ട് എഴുതിയ മുഖ്യമന്ത്രിയുടെ പേര് സഖാവ് പിണറായി വിജയൻ എന്നാണ്. ഒരു ഘട്ടത്തിൽ പോലും ഗവൺമെന്റ് ഒന്നും CMRLന് വേണ്ടി ചെയ്തിട്ടില്ല എന്ന് കേരളത്തിന്റെ ഹൈക്കോടതി കണ്ടെത്തി ഒരു തെളിവുമില്ലെന്ന് പറഞ്ഞ ആ ഹർജി തള്ളുമ്പോ എങ്ങനെ മുഖ്യമന്ത്രിയുടെ മോളുമായി ഒരു കരാർ ഒപ്പിട്ട് ഗവൺമെന്റിൽ നിന്ന് അഡ്വാൻറ്റേജ് നേടിയെന്ന് പിന്നെയും ഇങ്ങനെ നുണ പറഞ്ഞുകൊണ്ടിരിക്കാൻ, ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കാൻ എങ്ങനെയാണ് ഇവർക്ക് അനുവദിക്കുന്നത് എന്നതാണ് ചോദ്യം. അല്ല, അതിലൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പൊ താങ്കൾ പറഞ്ഞു VS അച്യുതാനന്ദന്റെ കാലത്തെ വ്യവസായ നയം, 2007 വ്യവസായ നയം വളരെ ഖണ്ഡിതമായി സ്വകാര്യ മേഖലയിൽ ഖനനാനുമതി ഇല്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതിനെതിരെ കോടതിയിൽ CMRL പോയി. അതിൽ അനുകൂല വിധി ഉണ്ടായിട്ട് പോലും തുടർന്ന് വന്ന സർക്കാരുകൾ ഖനനാനുമതി കൊടുത്തിട്ടില്ല. പക്ഷേ ഈ 2007 വ്യവസായ നയത്തിൽ ഞങ്ങൾ ഖണ്ഡിതമായി സ്വകാര്യ മേഖലയിൽ ഖനനാനുമതി നൽകില്ല എന്ന് പറഞ്ഞിടത്തു നിന്ന് 2017 അതായത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെത്തുമ്പോഴേക്ക് ആ വേർഡിംഗിൽ വന്ന മാറ്റം ശ്രദ്ധിക്കണം. 2016 ഡിസംബറിലാണ് വീണ തൈക്കണ്ടിയിലുമായിട്ടുള്ള ആദ്യത്തെ CMRLന്റെ കരാർ ഉണ്ടാകുന്നത്. പിന്നീട് 2017 മാർച്ചിലും. 2017 വ്യവസായ നയം ആകുമ്പോഴേക്ക് അതിന്റെ വേർഡിംഗ് തന്നെ മാറുന്നതായി നമ്മൾ കണ്ടു. 2019 പൊതുമേഖലയിൽ മാത്രം മതി ഖനനം എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചില്ലായിരുന്നു എങ്കിൽ ഈ 2019 20 ഒക്കെ ആകുമ്പോൾ ഒരുപക്ഷെ സ്വകാര്യ മേഖലയിൽ കേരളത്തിൽ ഈ കരിമണൽ ഖനനം നടന്നേനെ. അതിനുള്ള അരങ്ങൊരുക്കൽ നടന്നിരുന്നു എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ക്വിഡ് പ്രോക്കോ ഇതുവരെ കോടതി മുമ്പാകെ തെളിയിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഇതൊന്നും ഇല്ലാതാവുന്നില്ലല്ലോ. അല്ല, ഇങ്ങനെ സാങ്കല്പികമായിട്ടുള്ള താങ്കളുടെ ചോദ്യത്തിന്റെ ശൈലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കാമായിരുന്നല്ലോ. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മോളെ തൂക്കിക്കൊല്ലണം, അതാണോ നിങ്ങളുടെ വാദം? ഇവിടെ കേരളത്തിലെ LDF ഗവൺമെന്റ് ഒരു ഘട്ടത്തിലും അത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടില്ല.
നയത്തിൽ മാറ്റം വരും. മദ്യനയം 2018 മദ്യനയമാണോ 2022 23 ഇന്നലെ മന്ത്രിസഭ അംഗീകരിച്ച മദ്യനയം. നയത്തിൽ മാറ്റം വരും. നയം പൊതു സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും, കേന്ദ്ര നയവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. കോടതികളുടെ വിധികൾ അനുസരിച്ച് നയത്തിലും ചെറിയ മാറ്റം വരുത്തും. ഇതൊന്നും സംഭവിക്കാത്ത സ്ഥലത്ത് എന്ത് വാദമാണ് മിസ്റ്റർ നിങ്ങൾ ഉന്നയിക്കുന്നത്? ഒരു ഘട്ടത്തിൽ പോലും LDF സർക്കാർ ഒരു നയാ പൈസ അല്ലെങ്കിൽ ഒരു പോയിന്റ് മറ്റേ ഇത്തരത്തിൽ ബെനിഫിറ്റ് ഒരു കമ്പനികൾക്കും സ്വകാര്യ കമ്പനികൾക്കും ചെയ്തിട്ടില്ല എന്ന് കോടതി കണ്ടെത്തിയിട്ട് ഈ കാതറാക്കിയ രേഖയോ അമിക്കസ് കുറിയെ വെച്ച് അന്വേഷിച്ചുകൊണ്ട് എവിടെയെങ്കിലും രേഖയുണ്ടോ എന്ന് നടത്തിയ സെർച്ചിലും ഒന്നുമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ കേസ് പിന്നെ എങ്ങനെ ഈ കരാറ് ഒരു ബെനിഫിറ്റ് ഗവൺമെന്റിൽ നിന്ന് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ബന്ധിപ്പിക്കാൻ കഴിയും? രണ്ടാമത്തെ കാര്യം, ഇവിടെ CMRന്റെ ചില ഉദ്യോഗസ്ഥന്മാരെ ചോദ്യം ചെയ്തപ്പോ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നു. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കമ്പനി അവസാനം പറഞ്ഞു ഇത് തെറ്റാണ്, ഞങ്ങൾക്ക് ഇന്ന സേവനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്ററിം സെറ്റിൽമെന്റ് പറഞ്ഞു വേണ്ട, വ്യക്തികൾ പറഞ്ഞിട്ടുണ്ട്, കമ്പനിയുടെ അഫിഡവിറ്റ് വേണ്ട, അത് സ്വീകരിച്ചില്ല എന്നതാണ് കേൾക്കുന്നത്. ഇപ്പൊ ആരൊക്കെയാ പ്രതി? ഈ മൊഴി കൊടുത്തവരും കമ്പനിയും കമ്പനിയുടെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരും പ്രതിയല്ലേ? ഇവിടെ ഏത് സേവനമാണ് കിട്ടിയത്, ആവശ്യപ്പെട്ടത് ഏത് സേവനമാണ് കൊടുത്തത്? അത് FSIയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി അവർ പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല. അങ്ങക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങ് പറയുക. ഇവിടെ സെലക്ടീവ് ലീക്കേജിന്റെ ഭാഗമായി സീക്രട്ട് എന്ന് എഴുതി ഒരു സമ്മറി ഓഫ് ചാർജ് ഈ മാധ്യമങ്ങൾക്ക് ലീക്കേജ് നടത്തി കൊടുത്തു. ആര്? FSIO കൊടുത്തു. അതാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഇപ്പോൾ ഫയൽ ചെയ്തിരിക്കുന്ന കേസിന്റെ പ്രധാനപ്പെട്ട പ്രയർ. ഞാൻ അതിന്റെ റിപ്പറ്റീഷന്റെ കോപ്പി എല്ലാം താങ്കൾക്ക് വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. 35 പേജുണ്ട്. സമയം കിട്ടുമ്പോൾ താങ്കൾ അത് വായിച്ചു നോക്ക്. പാരഗ്രാഫ് 6, പാരഗ്രാഫ് 11, 12, 13, 14 ഒന്ന് വായിച്ചു നോക്ക്. എന്നായിരുന്നു ഇന്ററിം ഓർഡർ ഇട്ടത്? ആ ഇന്ററിം ഓർഡർ ഇടാൻ എന്താണ് സാഹചര്യം? ഇൻവെസ്റ്റിഗേഷൻ നടത്തിയോ കുറ്റപത്രം കൊടുക്കരുത് എന്ന് പറയാനുണ്ടായ സാഹചര്യം. ഇന്ററിം ഓർഡർ ഉത്തരവിട്ടതിന് ശേഷം പിറ്റേ ദിവസം പത്രങ്ങളിൽ വന്ന വാർത്ത, ആ വാർത്ത എല്ലാം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സെലക്ടീവ് ലീക്കേജിലൂടെ ഈ എറണാകുളത്തെ PMLA കോടതിയിൽ പോലും കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പ് ആ കുറ്റപത്രം കോടതി വെരിഫൈ ചെയ്ത മുഴുവൻ ഡോക്യുമെന്റ് ഉണ്ട് എന്ന് പറഞ്ഞ് കോടതിയുടെ സീൽ അടിക്കുന്നതിന് മുമ്പ് സെലക്ടീവ് ലീക്കേജ് നടത്തി മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നു. ഏഷ്യാനെറ്റ് ചാനൽ വൈകുന്നേരം ലീഡിംഗ് വാർത്തയാക്കി മാറ്റുന്നു. സമ്മറി ഓഫ് ചാർജ് ഇത് തന്നെയാണ് ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ ആഭ്യന്തരമന്ത്രി പറഞ്ഞില്ലേ, 193 നേതാക്കന്മാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ശിക്ഷിക്കപ്പെട്ടത് വെറും 2 പേര്. ED 9 കൊല്ലമായി 5000 കേസ് രജിസ്റ്റർ ചെയ്തു, ശിക്ഷിക്കപ്പെട്ടത് വെറും 40 പേര്. അതുപോലെ കള്ളപ്പണമാണെന്ന് പറഞ്ഞ് കണ്ടെത്തിയ പണം 1% പോലും EDക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഏറ്റവും വിശ്വാസയോഗ്യമല്ലാത്ത ഏജൻസിയായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അധംപതിച്ചിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പേടിയുമില്ല, ഭയവുമില്ല. ഏത് അന്വേഷണം നടക്കട്ടെ. ശരി, അതാണ് ഇവിടെ ഷിഷോൺ ഇവിടെ ഇപ്പോൾ അരുൺ സൂചിപ്പിച്ചതുപോലെ CMRL ഒരു ഹർജി കൊടുത്തിട്ടുണ്ട്, അന്വേഷണത്തിനെതിരെയാണ്. SFIO അന്വേഷണത്തിനെതിരെയുള്ള ഹർജി തീർപ്പാകുന്നതിന് മുൻപ് അന്വേഷണ ഏജൻസി കുറ്റപത്രം തയ്യാറാക്കിയെന്ന് മാത്രമല്ല അത് പുറത്തറിയിച്ചിരിക്കുന്നു എന്ന ഒരു കാര്യം, അതൊരു ഗൂഢാലോചനയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കുറിച്ച്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസ് കുറച്ച് മുമ്പ് രജിസ്റ്റർ ചെയ്തതാണ്, ECIR നേരത്തെ ഇട്ടതാണ്. അതിനുശേഷം വളരെ പെട്ടെന്ന് മുന്നോട്ട് നീങ്ങാൻ പരമാവധി പരിശ്രമിച്ചിരുന്നു. അന്ന് CMRL ഉദ്യോഗസ്ഥരെ ശശിധരൻ കർത്തയെ വീട്ടിൽ പോയിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത് ഷോൺ ഓർമ്മയുണ്ടാവും. അതിനുശേഷം ഈ CMRL ഉദ്യോഗസ്ഥരെ അൺലോഫുൾ കസ്റ്റഡിയിൽ വെച്ചു എന്ന് CMRL കേരള ഹൈക്കോടതിയെ ബോധിപ്പിച്ചതിനെ തുടർന്ന് കോടതി അവിടെ ഇടപെടുന്ന സാഹചര്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് EDക്ക് മുമ്പോട്ട് പോകാൻ കഴിയാതിരുന്നത്. അല്ലെങ്കിൽ ഇലക്ഷന് മുമ്പ് തന്നെ ക്ലിഫ് ഹൗസിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തും എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ കോടതി ഇടപെടൽ ഉണ്ടായി. CMRL അമിതാവേശം കാണിച്ചത് അവർക്ക് തന്നെ വിനയായി എന്ന സാഹചര്യമാണ്. ഇപ്പോൾ വീണ്ടും ED ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇത് മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഒക്കെ ടാർഗറ്റ് ചെയ്യാനുള്ള ഒരു ആസൂത്രിതമായ ഗൂഢാലോചനയാണ്, അതിന് ഉപോത്ബലകമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവ എന്നാണ് സ്വാഭാവികമായി ഇടതുപക്ഷത്ത് നിന്ന് വാദിക്കുക. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, വളരെ വിനയപൂർവ്വം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയോട് പറയാനുള്ളത്, ഇനിയെങ്കിലും ആ വിജിലൻസ് കോടതിയുടെ ഉത്തരവിനെയും ഈ കേസിനെയുമായി ബന്ധിപ്പിക്കരുത്. ഏതെങ്കിലും, ഞാൻ 100% അങ്ങ് പറയുന്ന അംഗീകരിക്കുന്നു, ഏതെങ്കിലും തരത്തിൽ മന്ത്രിസഭ ഇതിന് ഫേവർ ചെയ്ത് കൊടുത്തുകൊണ്ടൊരു ഉത്തരവ് ഹാജരാക്കിയാൻ ശ്രീ കുഴൽനാടനോ അല്ലെങ്കിൽ മരിച്ചുപോയ അദ്ദേഹത്തിനോ കഴിഞ്ഞില്ല വിജിലൻസ് കോടതിയിൽ. അത് ശരിയാണ്. പക്ഷേ ഇവിടെ നടന്നിട്ടുള്ള കോർപ്പറേറ്റ് ഫ്രോഡിനെ സംബന്ധിച്ച് കൃത്യമായ എവിഡൻസോടുകൂടി തന്നെയാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചതെന്നാണ് എൻ്റെ വിശ്വാസം. അത് വിജിലൻസ് കോടതി തള്ളിയെന്ന് പറയുമ്പോൾ ആ വിജിലൻസ് കോടതിയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് കേരള ഹൈക്കോടതി തള്ളിയെന്ന് പറയുമ്പോൾ അതേ ഹൈക്കോടതി തന്നെയാണ് ഈ അന്വേഷണത്തിന് ഉത്തരവിട്ടതെന്ന് ബഹുമാനപ്പെട്ട ഇടതുപക്ഷ പ്രതിനിധി എന്ന് മനസ്സിലാക്കണം. 2, ഈ ഖനനാനുമതിയെ സംബന്ധിച്ച് ഇവിടെ വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ ഒറ്റ കാര്യം മാത്രം പറയാം, അതിന് ഉത്തരം പറഞ്ഞാൽ മതി. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ കേരളത്തിൻ്റെ തീരദേശത്തു നിന്നും ഖനനം നടക്കാത്ത, ഈ കഴിഞ്ഞ 24 ഡിസംബർ വരെ ഖനനം നടത്താത്ത ഒരു വർഷം പറഞ്ഞു തരാമോ? ഞാൻ എണ്ണി പറയാം, ലോഡെണ്ണം, തുക എത്രയാണെന്ന് ഞാൻ പറയാം. പിന്നെ ഈ KMML അതുപോലെ IREL പൊതുമേഖലാ സ്ഥാപനങ്ങൾ രണ്ടും, ഈ 2 സ്ഥാപനങ്ങളിൽ നിന്നും
എത്ര കോടി രൂപയുടെ സാധനം CMRL മേടിച്ചിട്ടുള്ളത് കൃത്യമായ ലിസ്റ്റ് എൻ്റെ ഇരിപ്പുണ്ട്, കണക്കെൻ്റെ ഇരിപ്പുണ്ട്. CMRLൻ്റെ പ്രൊഡക്ഷൻ്റെ ലിസ്റ്റ് എൻ്റെ ഇരിപ്പുണ്ട്. ഇവിടെ നിന്നും ഇവർ പർച്ചേസ് ചെയ്തതും എക്സ്പോർട്ട് ചെയ്തതും അല്ലാതെ അവരുടെ പ്രൊഡക്ഷൻ്റെ ഡിഫറൻസ് മാത്രം നോക്കിയാൽ എത്രമാത്രം കരിമണൽ കേരളത്തിൻ്റെ തീരത്ത് നിന്ന് അടിച്ചു മാറ്റുന്ന ആ ബുക്കിൽ കിടപ്പുണ്ട്. അതൊക്കെ പുറത്ത് വരാനിരിക്കുന്നുള്ളൂ. ഞങ്ങളിത് ചുമ്മാ പറയുന്നതാണെന്നാണോ നിങ്ങൾ ഓർത്തത്? ഒരു കാരണവശാലും. മാത്രമല്ല 2019 പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഇനി എടുക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം 2019 മെയ് മാസം 20 പ്രളയത്തിൻ്റെ പണം, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരു അല്ല ഒറ്റ പറഞ്ഞോളൂ. അതായത് കേരളത്തിന്റെ ഗവൺമെന്റ് കഴിഞ്ഞ 10 കൊല്ലമായി LDF സർക്കാരാണ്, 9.5 കൊല്ലമായി. ഈ സർക്കാർ ഒരു ഘട്ടത്തിൽ പോലും സ്വകാര്യ മേഖലയ്ക്ക് ഖനനാനുമതി കൊടുത്തിട്ടില്ല. 2 പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കാണ് ഇത്തരത്തിലുള്ള ധാതുക്കൾ കൊടുത്തത്. ആ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് ഏത് പ്രൈവറ്റ് കക്ഷിക്കും വ്യക്തിക്കും മേടിക്കാം. അതിന് ഏതെങ്കിലും തരത്തിൽ ഗവൺമെന്റിനെ കുറ്റം പറയാൻ പറ്റുമോ? എന്തിനാണ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഏതെങ്കിലും 2 പൊതുമേഖലാ സ്ഥാപനത്തിനല്ലാതെ മറ്റാർക്കും ഈ ഗവൺമെന്റ് കൊടുത്തിട്ടില്ല എന്ന് 100% വ്യക്തമാണ്. അത് മറിച്ച് തെളിയിക്കാൻ എന്തെങ്കിലും വാദം താങ്കൾക്കുണ്ടോ? അനധികൃതമായി മണലെടുത്തു എന്നുള്ളതാണ് ഷോണിന്റെ പോയിന്റ്. അനുമതി ഇല്ലാതെ. ഞാൻ മറുപടി പറയാൻ അങ്ങ് അനുവദിക്കുമെങ്കിൽ മറുപടി പറയാം. 2019 മെയ് മാസം 20 ഇറിഗേഷൻ വകുപ്പിൻ്റെ ജിയോ, ആ ജിയോ ഒന്ന് പൂർണ്ണമായും വായിച്ചു നോക്കിയാൽ അതീവ ആവശ്യമുള്ള ധാതുമണലും അതുപോലെ ആറ്റോമിക് മിനറൽസും ഉൾപ്പെടുന്ന മണൽ അവിടെ ഉണ്ടെന്ന് ആ ഓർഡറിൽ തന്നെ ഏതോ വിവരമുള്ള ഉദ്യോഗസ്ഥനകത്ത് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് 464 രൂപയ്ക്ക് ഇറിഗേഷൻ വകുപ്പ് തോട്ടപ്പള്ളി സ്പിൽവേയുടെ മുമ്പിൽ അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്യുക. അതല്ല കരിമണൽ ഖനനമൊന്നും അവിടെ എവിടെയും ഉപയോഗിച്ചിട്ടില്ല. കുട്ടനാടിനെ വെള്ളപ്പൊക്ക ഭീഷണിയിൽ നിന്നും രക്ഷിക്കാൻ തോട്ടപ്പള്ളി സ്പിൽവേയുടെ മുമ്പിലുള്ള മണൽ നീക്കം ചെയ്യുന്നതിനാണ് ആ ജിയോ ഇറങ്ങിയിട്ടുള്ളത്. ആ ജിയോയുടെ മറവിൽ ഈ 2024 ഡിസംബർ മാസം വരെ ആ ജിയോയുടെ മറവിൽ 15,000 രൂപയ്ക്ക് മുകളിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിലയുള്ള കരിമണൽ 464 രൂപയ്ക്ക് ഈ പറയുന്ന KMML-നും IREL-നും ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് കൊടുത്തിട്ടുണ്ട്. അവരവിടെ നിന്നും അതിലും വളരെ ചെറിയ തുക കൂട്ടി അവർ CMRL കൊടുത്തിട്ടുണ്ട്. പിന്നെ തോട്ടപ്പള്ളിയിൽ അരുണെപ്പോഴും സമയം കിട്ടുമ്പോൾ ഇത് മണൽ വാരുന്ന സമയത്ത് ആ തോട്ടപ്പള്ളി പോയി നിങ്ങൾ ആരെന്ന് മനസ്സിലാക്കാതെ ഒന്ന് മാറി നിൽക്കണം. അവിടെ പാർട്ടിയൊക്കെ സജീവമായ സ്ഥലമല്ലേ. അവിടെ ഒന്ന് നിൽക്കുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വരും. ഒരു ദിവസം 500-600 ലോറിയാണ് അവിടെ നിന്ന് മണലെടുത്തുകൊണ്ട് പോകുന്നത്. വലത്തോട്ട് പോയ KMML, ഇടത്തോട്ട് പോയ CMRL, അതാണ് അവിടെ നടക്കുന്നത്. യഥാർത്ഥത്തിൽ CMRL KMML നിന്നും IREL നിന്നും CMRL കരിമണൽ വാങ്ങിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ നിന്നും വാരുന്ന നല്ലൊരു ഭാഗം കരിമണൽ CMRL അനധികൃതമായി കടത്തുന്നു. അതാണ് എൻ്റെ പരാതി. ശരി, അത് അവിടെ ആ തോട്ടപ്പള്ളി ഒന്ന് ചെന്ന് അന്വേഷിക്ക്, നിങ്ങൾക്ക് മനസ്സിലാവും. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഈ കമ്പനി നിയമത്തിലെ 447 അനുസരിച്ചുള്ള കേസിൽ കമ്പനികാര്യ മന്ത്രാലയം മാത്രമാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അത് അറസ്റ്റ് പോലെയുള്ള നടപടികളിലേക്കൊന്നും പോവില്ല. ബന്ധപ്പെട്ട കാര്യങ്ങൾ ബോധിപ്പിക്കാൻ സമോൺ ചെയ്യാം, അത്തരം കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുക. പക്ഷേ നോക്കൂ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇക്കാര്യത്തിൽ ഇടപെടാം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അധികാര പരിധി അനുസരിച്ച്, അതായത് PMLA ആക്ട് അനുസരിച്ച് PMLA ആക്ടിൽ ഷെഡ്യൂൾഡ് ക്രൈമായി ഉൾപ്പെടുത്തിയിരിക്കുന്ന സെക്ഷൻ 1 സെക്ഷൻ 447. അപ്പോൾ PMLA ആക്ട് അനുസരിച്ച് ED ഇക്കാര്യത്തിൽ ഈ പറഞ്ഞ 2,70,00,000 രൂപ പ്രൊസീഡ്സ് ഓഫ് ക്രൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ EDക്ക് ആക്ട് ചെയ്യാം. EDക്ക് ആക്ട് ചെയ്യാനുള്ള സ്പേസ് അവിടെയുണ്ട്. ED ഒന്ന് ആക്ട് ചെയ്യാൻ ശ്രമിച്ചതാണ്, അന്നത് നടക്കാതെ പോയതാണ്. പക്ഷേ ഇപ്പോൾ EDക്ക് ആക്ട് ചെയ്യാനുള്ള ഒരു വഴി തുറന്നിരിക്കുകയാണ്. അവർ ആക്ട് ചെയ്തേക്കും. കുറ്റപത്രം തേടി എന്തായാലും കോടതിയിലേക്ക് പോയിട്ടുണ്ടല്ലോ. അങ്ങനെ ആക്ട് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ്. ഇത് എമ്പുരാൻ സിനിമയിൽ മഞ്ജു വാര്യരെ അറസ്റ്റ് ചെയ്തതുപോലെ ആവുമോ? നോക്കൂ, ഇവിടെ ഞാൻ അതിലേക്കൊക്കെ വരാം. ഇവിടെ മഞ്ജു വാര്യരെ അറസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ മഞ്ജു വാര്യർ എന്ന വ്യക്തി അല്ലെങ്കിൽ അതിലൊരു കഥാപാത്രം ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളെന്ന് പറയാൻ പാടില്ലെന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ കോടിയേരി ബാലകൃഷ്ണൻ്റെ, ഞാൻ പറയുന്നതിൽ ബുദ്ധിമുട്ടൊന്നും തോന്നരുത് എന്നെ കേൾക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകർക്ക്, മരണപ്പെട്ടു പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ മകനെക്കുറിച്ച് ഇപ്പോൾ പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ്. ഇവിടെ ബീഹാറിൽ നിന്നൊരു പെൺകുട്ടി ഒരു പരാതിയുമായി വന്നിരുന്നു. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തല്ലോ ആ വിഷയം. ഇവിടെ ഗൾഫിൽ നിന്ന് മറ്റൊരു അറബി ഇവിടെ വന്നിരുന്നു. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തല്ലോ ആ വിഷയം. അന്നൊക്കെ ആ കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കൾക്ക് കൊടുക്കാത്ത ഒരു നീതി ഈ പാർട്ടി ഇപ്പോൾ CPM-ൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന് നൽകുമ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി വിജയൻ്റെ മകളെന്ന് തന്നെ പറയേണ്ടി വരും. അതിനെന്താ തർക്കം? അങ്ങനെ പറഞ്ഞു പോകാൻ കഴിയൂ. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളായതുകൊണ്ട് മാത്രമാണ്
ഒരു ജോലിയും ചെയ്യാതെ, അതുപോലെ തന്നെ ഒരു സേവനവും നൽകാതെ, അതിനപ്പുറത്തേക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ നടത്താതെ, പിന്നെ ഇത്തരത്തിലുള്ള സാങ്കേതികമായ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യുകയോ വിതരണം ചെയ്യുകയോ ചെയ്യാതെ ഇത്രയും തുക കിട്ടിയിരിക്കുന്നത്? അദ്ദേഹം പറയുന്നു, പിന്നെ കമ്പനിയുടെ ഉടമസ്ഥൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ശശിധരൻ കർത്ത പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് സേവനം കിട്ടിയിട്ടുണ്ടെന്ന്. വാദഗതിക്ക് വേണ്ടി അത് സംബന്ധിക്കുക അദ്ദേഹമല്ല പറയേണ്ടത്. വാദഗതിക്ക് വേണ്ടി അത് അംഗീകരിച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന ഏത് സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾ ആ എക്സാലോജിക്കിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്, ഈ CMRL കൊടുത്തിട്ടുള്ളത്? എന്ത് ഡെവലപ്മെൻ്റ് ആണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത്? സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ആണ് നടത്തിയിട്ടുള്ളത്? അതിൻ്റെ എന്ത് മെയിൻ്റനൻസ് ആണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത്? അപ്പോൾ ചോദിച്ച് വന്നാൽ നിങ്ങൾക്ക് ഉത്തരം മുട്ടുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ എത്തി നിൽക്കുന്നു. അതൊരു വസ്തുതയായി നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ നിന്നുകൊണ്ട് വേണമല്ലോ നമ്മൾ സംസാരിക്കാൻ. അപ്പോൾ പറയുന്നു AK ആൻ്റണി ഇവിടെ കരിമണൽ ഖനനം നടത്താൻ അനുമതി നൽകി. അത് എന്താ പറയുന്നത്, VS അച്യുതാനന്ദനാണ് അത് പിൻവലിച്ചതെന്ന്. ഇത്തരത്തിലെ വിവരക്കേടുകൾ ചർച്ചയിൽ പറയരുത്. താങ്കൾ പിന്നെ FSIO എന്ന തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരിക്കൽ പോലും SFIO എന്ന് പറഞ്ഞിട്ടില്ല. അത് സ്വാഭാവികമായിട്ടും താങ്കളുടെ പിന്നെ എന്തായാലും ഇതുകൊണ്ട് പറ്റിയതായിരിക്കാം. പക്ഷേ VS അച്യുതാനന്ദനാണ് ഇത്തരത്തിൽ കരിമണൽ ഖനനത്തിന് കൊടുത്ത അനുമതി പിൻവലിച്ചതെന്നൊക്കെ പറയുന്ന താങ്കളുടെ ഹിമാലയൻ ബ്ലണ്ടർ അത് അവിടെ നിർത്തണം. കാരണം നമുക്കറിയാം, നമ്മുടെ കയ്യിൽ ഡേറ്റ് വരെയുണ്ട്. 15/9/2004 ആണ് ഈ അനുമതി നൽകിയിട്ടുള്ളത്. അത് 25/9/2004 തന്നെ പിൻവലിച്ചിരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. എന്നിരിക്കെ 2004 എന്തായാലും പിണറായി വിജയനോ അല്ലെങ്കിൽ VS അച്യുതാനന്ദനോ അല്ലോ അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടിരുന്നത്. ഒന്ന്. രണ്ടാമത്തേത്, ഇതുമായി ബന്ധപ്പെട്ട് ആ പിൻവലിച്ചത് 10 ദിവസത്തിനുള്ളിൽ തന്നെ പിൻവലിച്ചു. ശരിയാണ്, ശ്രീ VS അച്യുതാനന്ദന് ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ശ്രീ VM സുധീരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരും ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഈ കരിമണൽ ഖനനത്തിനുള്ള അനുമതി നൽകിക്കൊണ്ടുള്ള പിന്നെ ഉത്തരവ് അത് പിൻവലിച്ചു. അത് പിൻവലിച്ചതിന് ശേഷം ഈ CMRL കോടതിയിൽ പോയല്ലോ, കേരള ഹൈക്കോടതിയിൽ പോയി. അതിനുശേഷം മൈനിങ് വകുപ്പിനെ, കേന്ദ്ര മൈനിങ് വകുപ്പിനെ സമീപിച്ചു. കേരള ഹൈക്കോടതിയിൽ പോയി, സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി എന്താ പറഞ്ഞത്? ഈ ഉത്തരവ് പിൻവലിക്കേണ്ടതില്ല, മറിച്ച് ഈ ഭൂമി കരിമണൽ ഖനനം നടത്തുന്നതിന് CMRL കൈവശമുള്ള ഭൂമി സർക്കാരിന് ഏറ്റെടുക്കുന്നതിന് തടസ്സമില്ല. സർക്കാർ ആ ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവിടെ സ്വാഭാവികമായും സ്വകാര്യ ഖനനം നടക്കുകയുമില്ല എന്ന് സുപ്രീം കോടതി വിധി ഉണ്ടായിരിക്കുക. ആ വിധി ഉണ്ടായതെന്നാണ് താങ്കൾക്കറിയാമോ? ആ വിധി ഉണ്ടായത് 8/4/2016 8/4/2016 എന്ന് പറയുമ്പോൾ നമ്മൾ പരിപൂർണമായും 2016 അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ആ ഉത്തരവ് വന്നിരുന്നത്. തൊട്ടു പുറകെ തന്നെ 2016 മെയ് മാസം 25-ാം തീയതി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരവുമേറ്റു. അതിനുശേഷം കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ സ്വകാര്യ വ്യക്തികൾക്ക് ഉൾപ്പെടെയുള്ള ഖനനം നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് 2019 വരെ ആ ഖനനത്തിനുള്ള അനുമതി സ്വകാര്യ സ്ഥാപനങ്ങൾക്കോ വ്യക്തികൾക്കോ ഉള്ള അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവ് ആക്ടിൽ അമെൻമെന്റ് കൊണ്ടുവരുന്നത് വരെ ഈ പറഞ്ഞ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരു നടപടിയും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി സ്വീകരിച്ചിരുന്നില്ല എന്ന കാര്യം താങ്കൾക്കറിയാമോ? അപ്പോൾ അങ്ങനെ സ്വീകരിക്കാതിരിക്കുമ്പോൾ തന്നെ എല്ലാ തരത്തിലുള്ള സമ്മർദ്ദവും CMRLന്റെ ഭാഗത്തുനിന്ന് വീണ്ടും ഈ ഉത്തരവ് ലൈവാക്കി എടുക്കാൻ വേണ്ടി, അഥവാ ഈ ഭൂമി കൈവശപ്പെടുത്താതെ ഉത്തരവ് ലൈവാക്കി എടുക്കാൻ വേണ്ടിയുള്ള നടപടികളുമായി CMRL പൊയ്ക്കൊണ്ടിരുന്നു എന്നുള്ള കാര്യത്തിൽ താങ്കൾക്ക് തർക്കമുണ്ടോ? അപ്പോൾ ഇതെല്ലാം നമ്മുടെ മുമ്പിൽ നിൽക്കെ താങ്കൾ ഇങ്ങനെ AK ആന്റണി 2004 ഉത്തരവിറക്കി 2004 15/9/2004 ഇറക്കിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ 2.70 കോടി രൂപ കൊടുത്തതെന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് താങ്കളുടെ വ്യാഖ്യാനം വന്നാൽ കഷ്ടമെന്നല്ല എന്താ പറയാനുള്ളത്? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണെന്നേ, അത് സുപ്രീം കോടതി വരെ പരിഗണിച്ച കാര്യങ്ങളാണെന്നേ. അതിനുശേഷം ഇപ്പോൾ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞതിന് മാത്രമല്ല ഞാൻ പറയുന്നുള്ളൂ. പിന്നെ അദ്ദേഹം പറയുന്നത് എന്താ, കേരള ഹൈക്കോടതി ഇത് പരിഗണിച്ചതിന് ശേഷം ഈ മുഖ്യമന്ത്രിക്ക് ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞു. ഏത് ആക്ടിനനുസരിച്ച്? വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ? PC ആക്ടിന്റെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് ഈ കേസ് നിലനിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഹൈക്കോടതി ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. പക്ഷേ സംസ്ഥാനത്തിന്റെ രാജ്യത്തിന്റെ 3 ഹൈക്കോടതികളിൽ അതിൽ 2 കോടതിയുടെ വിധി വന്നിരിക്കുന്നത് SFIOയുടെ അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ് എന്ന കാര്യത്തിലും താങ്കൾക്ക് തർക്കമില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം വസ്തുതകളായിരിക്കെ ഇവിടെ താങ്കൾ ചോദിച്ച പ്രസക്തമായ ചോദ്യത്തിലേക്ക് PMLA ആക്ടിന്റെ വയലേഷൻ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. ഇങ്ങനെ ഒരു പണിയും ചെയ്യാതെ, ഒരു സേവനവും ചെയ്യാതെ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് 2.7 കോടി രൂപ വന്നിട്ടുണ്ടെങ്കിൽ, അത് ലീഗലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ഒരു ഫ്രോഡുലന്റ് ആയിട്ടുള്ള ഒരു എക്സർസൈസാണ് നടന്നിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് PMLA ആക്ടിന്റെ പരിധിയിൽ വരുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിന് സാങ്കേതികമായി ആ
പിന്നെ കുറ്റപത്രം SFIO അന്വേഷിച്ച് ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അഥവാ രണ്ട് ഹൈക്കോടതികളുടെ പിന്നെ കോടതിയിൽ വന്ന കേസുകൾ ആ കേസുകൾ തള്ളിക്കൊണ്ട് തന്നെ SFIO അന്വേഷണം നടക്കട്ടെ എന്ന് രണ്ട് ഹൈക്കോടതികൾ സമ്മതിച്ചതിന് ശേഷം നടത്തിയിട്ടുള്ള അന്വേഷണം. ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കൊച്ചിയിലെ നമ്മുടെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കോടതിയിൽ സമർപ്പിച്ചിരിക്കെ ആ റിപ്പോർട്ടിന്മേൽ ഇപ്പോൾ PMLA ആക്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നടപടിക്രമങ്ങളിലേക്ക് ED പോയാൽ നമുക്ക് എങ്ങനെ അതിനെ കുറ്റപ്പെടുത്താൻ കഴിയുക? സ്വാഭാവികമായും നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഒരു പണിയും ചെയ്യാതെ ഒരാൾക്ക് പൈസ കിട്ടിയിരിക്കുന്നു, ആ പൈസ ഞാൻ ടാക്സ് അടച്ചിരിക്കുന്നുണ്ട്, എൻ്റെ കമ്പനി അക്കൗണ്ടിലേക്കാണ് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് വൈറ്റ് മണിയായി മാറ്റുന്നു. അങ്ങനെ ഒരു പണിയും ചെയ്യാതെ കിട്ടുന്ന പൈസ വൈറ്റ് മണിയാക്കുന്നു. ഇത് എവിടുന്ന് വന്നു? അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മം ഉണ്ടാക്കുന്നത് പോലെ ഇങ്ങനെ പൈസ കിട്ടാൻ കഴിയുമോ? അപ്പോൾ അതിന് ചോദ്യത്തിന് ഉത്തരം വേണമെന്നേ. ആ ചോദ്യത്തിന് ഉത്തരമില്ലാത്തടത്തോളം കാലം ഇത് കള്ളപ്പണത്തിന്റെ പരിധിയിൽ വരുമെന്ന കാര്യത്തിൽ ആർക്കാ തർക്കം? ശരി, അവിടെയാണ് ശ്രീ അരുൺ പോയിന്റ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്തിനു വരുന്നു എന്നുള്ളതാണല്ലോ ചോദ്യം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്തിനാണ് SFIOയുടെ കുറ്റപത്രം കോടതിയിൽ നിന്ന് വാങ്ങിക്കുന്നത് എന്നുള്ളതാണല്ലോ ചോദ്യം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ 2,70,00,000 കാണുന്നത് പ്രൊസീഡ്സ് ഓഫ് ക്രൈം ആയിട്ടാണ്. അപ്പോൾ നോക്കൂ, ഇത് ജോലി ചെയ്യാതെ അനധികൃതമായി സമ്പാദിച്ച പണമായിട്ടാണ്, അനധികൃത ധനസമ്പാദനമായിട്ടാണ് കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായും PMLA ആക്ടിൻ്റെ ഷെഡ്യൂൾഡ് ഒഫൻസിൽ വരുന്നതാണ് ഈ കമ്പനി നിയമത്തിലെ 447 എന്നുള്ളത് കൊണ്ട് അവർ ആക്ട് ചെയ്യാൻ പോവുകയാണെന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചും സുവ്യക്തമാണല്ലോ. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തീ കുരുത്താണ്, വെയിലത്ത് പാടില്ല. ഇപ്പോൾ ഈ ഖുറാന്റെ പേരിലുള്ള സ്വർണം, ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ പേരിലുള്ള സ്വർണം, അതുപോലെ തന്നെ ബിരിയാണി ചെമ്പിൽ സ്വർണം, സ്വർണ്ണക്കള്ളക്കടത്ത്, ലൈഫിന്റെ പേരിൽ ഉള്ള അഴിമതി എത്രയോ കേന്ദ്ര അന്വേഷണ ഏജൻസി ഇവിടെ അന്വേഷിച്ചു. ആ അന്വേഷണ ഏജൻസി എവിടെ വച്ചിട്ടാണ് അന്വേഷണം നിർത്തി ഉപേക്ഷിച്ച് പോയതെന്ന് നമുക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ കോൺഗ്രസിന്റെ പ്രതിനിധിയും BJPയുടെ പ്രതിനിധിയും പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും പുതിയ വസ്തുതയുണ്ടോ? കഴിഞ്ഞ ഒരു വർഷമായി ഇവർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പൊ CMRൽ അനധികൃത ഖനനം നടത്തിയിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കണം മിസ്റ്റർ. കേന്ദ്രത്തിന് നടപടിയെടുക്കാലോ, സംസ്ഥാനത്തിന് നടപടിയെടുക്കാലോ, എടുത്തോട്ടെ. ഏതെങ്കിലും തരത്തിൽ CMRന്റെ അനധികൃത ഖനനത്തെ ആരെങ്കിലും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ? നിയമവിരുദ്ധ പ്രവൃത്തിയെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ? ഇവിടെ ഏതെങ്കിലും തരത്തിൽ രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫ്രോഡ് നടന്നിട്ടുണ്ടോ? പരിശോധിച്ചോട്ടെ. പക്ഷെ നിയമപരമായിട്ടല്ലേ പറ്റുള്ളൂ. ഇവിടെ ഏതെങ്കിലും ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു സെറ്റിൽമെന്റ് ഉത്തരവിന്റെ കണ്ടന്റ് വച്ച് മറ്റു കേസുകൾ പാടില്ലെന്ന് കമ്പനീസ് ആക്ട് പറയുന്നു. 210 പ്രകാരം ഒരു അന്വേഷണം പ്രഖ്യാപിച്ച് 1 മാസം കൊടുക്കുന്നു. 18 ദിവസമാകുമ്പോൾ അടുത്ത ഏജൻസി വരുന്നു. ആ നിയമവിരുദ്ധ പ്രവർത്തികളെ കുറിച്ച് ഡൽഹി ഹൈക്കോടതി പരിശോധിക്കുമ്പോൾ എന്താ പറയണത്? നിങ്ങൾ അന്വേഷിച്ചോ, പക്ഷെ കുറ്റപത്രം കൊടുക്കരുത്. ആ കുറ്റപത്രം കൊടുക്കുന്നു. ഒറ്റ മിനിറ്റ് ഞാൻ പറയട്ടെ. അതവിടെ ബാംഗ്ലൂർ ഹൈക്കോടതിയിലോ? ഇവിടെ ഞങ്ങൾ അന്വേഷിക്കുന്നത് രാഷ്ട്രീയ നേതാക്കന്മാരും അതുപോലെ തന്നെ ഒരു മിനിറ്റ് വഴങ്ങോ? ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അല്ല, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇല്ല, ഞാൻ വഴങ്ങില്ല. ഇല്ല, ഇത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഞാൻ കുറെ നേരമായില്ലോ വഴങ്ങണു, കേട്ടിരിക്കല്ലേ? അല്ല, ഒറ്റ മിനിറ്റ് പറയാം. എന്താ എവിടെയാണ് ഇവിടെ പറഞ്ഞല്ലോ? ഇത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഒറ്റ മിനിറ്റ്, ഇത് ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ശരി. ഇവിടെ സാക്ഷാൽ ഇബ്രാഹിം കുട്ടിയും സാക്ഷാൽ ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ രമേശ് ചെന്നിത്തലയൊക്കെ അതിലുണ്ട്. രമേശ് ചെന്നിത്തല പറഞ്ഞു, ഞാനാണ് രമേശ് ചെന്നിത്തല, ഞാൻ പണം വാങ്ങിച്ചിട്ടുണ്ട്, എത്രയെന്ന് ഓർക്കുന്നില്ല. കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു, ഞാൻ പണം വാങ്ങിച്ചിട്ടുണ്ട്, ഓർക്കുന്നില്ല. ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ എന്താ SFIO പറഞ്ഞത് കൃത്യമായി ഞങ്ങൾ അന്വേഷിക്കുന്നത് ആ 135 കോടിയെ കുറിച്ചിട്ടാണ് ഏറ്റവും പ്രധാനമായിട്ട് അന്വേഷിക്കുന്നത്. ഈ സമ്മറി ചാർജ് വന്നതിൽ എവിടെയാണ് ആ 135 കോടി രൂപ? പോട്ടെ, അമ്പലം പള്ളിയൊക്കെ മാറ്റി നിർത്ത്, 95 കോടി രൂപ എവിടെയാ? നിങ്ങൾക്ക് എന്താ അതിൽ ഒരു വാക്ക് പറയാത്തത്? അതിലൊരു ഫ്രോഡുമില്ല, അതിലൊരു തെറ്റുമില്ല. ഞാനാണ് ആ പണം മേടിച്ചത് എന്ന് പറയുന്ന രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും നിൽക്കുമ്പോൾ അതിലൊന്നും ചാനൽ ചർച്ചയുമില്ല, ആങ്കർക്ക് ഒരു ചോദ്യം പോലുമില്ല. എല്ലാം 135 കോടി രൂപ ചെറുത്, 2.72 കോടി രൂപ വലുത് എന്ന രൂപത്തിൽ ചിത്രീകരിക്കുന്നു. ഞങ്ങൾക്കൊരു പേടിയില്ല. ED ചാർജ് എടുക്കുകയോ ചാർജിന്റെ അപ്പുറത്തുള്ള ചാർജ് എടുക്കുകയോ ചെയ്തോട്ടെ. സത്യസന്ധമായ കാര്യങ്ങൾ ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അന്വേഷിക്കണം, റിപ്പോർട്ട് കൊടുക്കണം. എല്ലാത്തിനും മുകളിൽ ഒരു നീതിന്യായ കോടതി ഉണ്ടല്ലോ. ആ നീതിന്യായ കോടതി പരിശോധിക്കട്ടെ. ആ പരിശോധിച്ചിട്ട് ആരാണ് തെറ്റ് ചെയ്തെന്ന് പരിശോധിച്ചോട്ടെ. ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഇതിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. പിന്നെ ഇവിടെ ഒന്ന് താരതമ്യപ്പെടുത്തുന്നത് സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അന്നെല്ലാം പാർട്ടി പറഞ്ഞു, വ്യക്തിപരമായ അക്യൂസേഷൻ വന്നാൽ ആ വ്യക്തി കോടതി പൊക്കോളും, നിയമപരമായി നേരിട്ടോളും. രാഷ്ട്രീയപരമായി ഗവൺമെന്റിനെയും നേതാക്കന്മാരെയും മുഖ്യമന്ത്രിയും ആക്രമിക്കാൻ വന്നാൽ ഞങ്ങൾ രാഷ്ട്രീയപരമായി നേരിടും. എന്നിട്ട് എന്തിയെ കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ 1.25 വർഷം ജയിലിലിട്ടില്ലേ? എന്തായിരുന്നു കാരണം? ഒരു CPM നേതാവിന്റെ മകനായി ജനിച്ചു എന്നതുകൊണ്ട് അവസാനം 1.25 വർഷം കഴിഞ്ഞ് പറഞ്ഞു ഒരു തെളിവില്ല, രക്ഷപ്പെട്ട് പൊക്കോളാൻ പറഞ്ഞു. അന്നും വേട്ടയാടൽ,
ഇത് അന്ന് കോടിയേരി മറുപടി പറഞ്ഞിട്ടുണ്ട്, ഇത് ഞങ്ങൾ താങ്ങും, ഞങ്ങൾ ഇത് അനുഭവിക്കും, കാരണം ഞങ്ങളെ കമ്മ്യൂണിസ്റ്റുകാരാ, ഞങ്ങൾ ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി നിൽക്കുന്നത്. എത്ര വർഷമായി മുഖ്യമന്ത്രി ആക്രമിക്കുന്നു, ലാവ്ലിൻ കേസ് മുതൽ, അതുപോലെ തന്നെ അങ്ങ് കമല ഇന്റർനാഷണലിന്റെ പേരിൽ, അങ്ങ് അദ്ദേഹത്തിന്റെ വീടിന്റെ പേരിൽ എത്രയോ ആക്രമണം. ഏതെങ്കിലും ഒരു ആക്രമണം ശരിവെക്കാൻ ഏതെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്കോ BJPക്കോ കോൺഗ്രസിനോ ഇവിടെ സാധിച്ചിട്ടുണ്ടോ? ജനങ്ങളുടെ കോടതിയിൽ ഇതെല്ലാം തെറ്റാണ്, കളവാണെന്ന് ബോധ്യപ്പെട്ടില്ലേ? അതല്ലേ ചരിത്രത്തിൽ ആദ്യമായി ഭരണ തുടർച്ച കിട്ടുന്ന സാഹചര്യം. അതുകൊണ്ട് നിങ്ങൾ ആരോപണങ്ങൾക്ക് പുറകെ പൊക്കോ. ഞങ്ങൾ ജനങ്ങളോടാണ് കമ്മിറ്റ്മെന്റ്. സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വിവരിച്ചിട്ടുണ്ട്, ഇനിയും വിവരിക്കും, അവരോടൊപ്പം കൂടെ പോകും. ശരി, ഇപ്പൊ ജനത്തിന്റെ കോടതിയും മനസാക്ഷിയുടെ കോടതിയൊക്കെ അവിടെ നിൽക്കട്ടെ. ഷോൺ, ഇവിടെ ഇപ്പൊ അരുൺകുമാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതായത് അഭിലാഷ് ഷോണിലേക്ക് പോകുന്നതിന് 1 മിനിറ്റ് തരുമോ? ഷോണിലേക്ക് പോകുന്നതിന് 1 മിനിറ്റ് എനിക്ക് തരാം. 1 മിനിറ്റ് എടുക്കാവൂ. നോക്ക്, ഞാൻ അദ്ദേഹം പറഞ്ഞ ഒറ്റ മിനിറ്റിൽ തീർക്കാം. ഒന്ന്, അദ്ദേഹം പറഞ്ഞ എന്താണ്, പിന്നെ ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അത് വേറെ കേസ് എടുക്കാൻ പാടില്ലെന്നാണ്. നിങ്ങൾക്ക് അത് ഹൈക്കോടതിയിൽ പറയാമായിരുന്നല്ലോ. ആ ഭാഗം കൂടി നിങ്ങൾ പറഞ്ഞതിന് ശേഷമല്ലേ ഹൈക്കോടതി എതിരായി വിധിച്ചത്. മറ്റൊന്ന്, താങ്കൾ പറയുന്നത് എന്താണ്, ഇവിടെ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളെ കുറിച്ച് പറഞ്ഞു. ഞാനും ചോദിക്കട്ടെ, ബീഹാറിലെ കേസ് നിങ്ങൾ എങ്ങനെ സെറ്റിൽ ചെയ്തത് പൊതുസമൂഹത്തിന് അറിയണ്ടേ? എങ്ങനെയാ അറബിയുടെ കേസ് സെറ്റിൽ ചെയ്തത് പൊതുസമൂഹത്തിന് അറിയണ്ടേ? മാർക്സിസ്റ്റുകാരായി സഹിക്കണമെന്നല്ല, ഇത്തരത്തിലെ സെറ്റിൽമെന്റിനെ കുറിച്ച് കൂടി ഞങ്ങൾക്ക് അറിയണം. മറ്റൊന്ന്, PV എന്നാൽ പിണറായി വിജയൻ അല്ല എന്ന് പറയുന്നു. നാളെ പിണറായി വിജയൻ തന്നെ പറയുമോ ഞാനല്ല പിണറായി വിജയൻ എന്ന് പറയുമോ എന്ന് ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. കാരണം PV എന്നാൽ ഞാനല്ല എന്ന് സ്വയം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെല്ലാം അങ്ങ് അംഗീകരിച്ചോളാം എന്ന് പറയുന്ന നിങ്ങളുടെ ന്യായമുണ്ടല്ലോ, അതങ്ങ് കൈവച്ചിരുന്നാൽ മതി. PV എന്നാൽ പിണറായി വിജയനാണ്. പറയൂന്നേ പിണറായി വിജയൻ. നീ നാളെ പറയല്ലേ പിണറായി വിജയൻ ഞാനല്ലെന്ന്. ഞാനല്ല വേറെ ആരോ ആണെന്ന് പറഞ്ഞതല്ലേ ദയവ് ചെയ്ത്. ശരി, ഞാൻ അരുണിന്റെ അവസരത്തിൽ ഇതിന് മറുപടി പറയാൻ അവസരം. അതിന് മുമ്പ് ഷോൺ, ഇവിടെ ഇപ്പോ അരുൺകുമാർ ചൂണ്ടിക്കാണിച്ച ചില നിയമവശങ്ങളുണ്ടല്ലോ. അതായത് ആദായ നികുതി ബോർഡ് സെറ്റിൽ ചെയ്തിട്ടുള്ള ഒരു വിഷയം, ആദായ നികുതി നിയമം അനുസരിച്ച് സെറ്റിൽ ചെയ്തിട്ടുള്ള ഒരു വിഷയം അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വേറൊരു നിയമ യുദ്ധത്തിന് അല്ലെങ്കിൽ വേറൊരു കേസിന് ഉപോത്ബലകമാക്കാൻ പാടില്ല എന്ന കാര്യം അവിടെ ഇപ്പോ CPM മാത്രമല്ല ചൂണ്ടിക്കാണിക്കുന്നത്. രമേശ് ചെന്നിത്തലയുടെയും PK കുഞ്ഞാലിക്കുട്ടിയുടെയും അഭിഭാഷകർ ജോർജ് പൂന്തോട്ടവും മുഹമ്മദ് ഷായും കേരള ഹൈക്കോടതിയിൽ ഹാജരാവുകയും സമാനമായ കാര്യം, അതായത് ഈ ഒരു ആദായ നികുതി തർക്കം പരിഹരിച്ച് അതിന്മേലുണ്ടായിട്ടുള്ള സെറ്റിൽമെന്റ് ഓർഡറിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കരുത് എന്നും ഈ ഒരു കമ്പനിയുടെ രേഖകളിൽ അല്ലെങ്കിൽ അതിന്റെ ലൂസ് നോട്ട്സിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന പേരുകൾ കേസിന് ഉപോത്ബലകമാക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതി ഉത്തരവുള്ള കാര്യം കേരളത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് രണ്ട് പ്രമുഖരായ നേതാക്കളുടെ അഭിഭാഷകരാണ്, അല്ലാതെ മുഖ്യമന്ത്രിയുടെ മകളുടെ അഭിഭാഷകനല്ല. ഇതിന് ഒരു മിനിറ്റ് സമയം തരണം പ്ലീസ്. ഒന്ന്, ആദ്യമായി തന്നെ പറഞ്ഞേക്കുക, ഇത് ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലല്ല ഈ കേസുകൾ മുമ്പോട്ട് പോയിട്ടുള്ളത്. ഇനിയെങ്കിലും ഞാനിതൊരു 50 അടുത്ത് ആവർത്തിച്ചാണ്, ഇനി പറയാൻ വയ്യാത്തതുകൊണ്ട് പറയുന്നതാണ്. ഇത് പ്രിൻസിപ്പൽ കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സ് CMRൽ നടത്തിയ ഒരു റെയ്ഡ്, ആ റെയ്ഡിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയ ചോദ്യം ചെയ്ത്, ആ ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായി ഉണ്ടായ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ ഈ കമ്പനി കാര്യങ്ങളിൽ കമ്പനി ഫ്രോഡുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണ ഏജൻസികൾ ഇതിനകത്ത് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പ്രിൻസിപ്പൽ കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സിൻ്റെ രേഖയിലുണ്ട്. ഞാൻ കാണിച്ചു തരാം. അത് അല്ലെങ്കിൽ ആ ഇന്റർം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിനകത്ത് ആദ്യത്തെ 56 പേജ് അവരുടെ റിപ്പോർട്ടാണ്. അതൊന്ന് വായിച്ചാൽ മനസ്സിലാവും. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് നമ്മുടെ PCITയുടെ റിപ്പോർട്ടിലെ അന്വേഷണ റിപ്പോർട്ട് ആവശ്യമുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞിരുന്നു. രണ്ട്, EDയെ സംബന്ധിച്ചിടത്തോളം ED എടുത്തു പറഞ്ഞ ഒരു വിഷയം, ED ഇതിനു മുമ്പ് ഒരു ECR രജിസ്റ്റർ ചെയ്തു. ECR രജിസ്റ്റർ ചെയ്ത്, അതായത് പറയാതെ പോകാതിരിക്കാൻ പറ്റില്ല. ECR രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് EDക്ക് ഒരു പ്രെഡിക്റ്റേറ്റ് ഒഫൻസ് വേണം. EDക്ക് ECR രജിസ്റ്റർ ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു ഒഫൻസ് എവിടെയെങ്കിലും ഒരു FIR ഉണ്ടായിരിക്കണം. ED കേരള പോലീസിന് ഒരു കത്തയച്ചു, ഇങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു FIR രജിസ്റ്റർ ചെയ്യണം. ആ കേരള പോലീസിന് പിണറായി വിജയനെതിരെ ഒരു FIR രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞാൽ കത്തയച്ചാൽ എന്താണ് അവസ്ഥ എന്നറിയാമല്ലോ. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരള പോലീസ് ഇതുവരെ മിണ്ടാതിരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് EDക്ക് ആ കേസുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റാത്തത്. അതിനുശേഷം CMRലെ ഉദ്യോഗസ്ഥരുൾപ്പെടെ EDയുടെ അന്വേഷണത്തിനെതിരെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കേസ് ഫയൽ ചെയ്തു. ഇപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പ്രശ്നം, ഈ പണം ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു, ഇത് ഞങ്ങൾ നിയമപരമായി നേരിട്ടുള്ളതാണ്. ഒരു കാര്യം കൂടെ നേരത്തെ പറഞ്ഞേക്കാണ്, ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് 1.72 കോടി രൂപയും എംപവർ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസയുടെയുമാണ് ഇപ്പോൾ കേസ് വന്നിട്ടുള്ളത്. വീണ 2021 മുഖ്യമന്ത്രിയുടെ മകൾ, അങ്ങനെ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ 2021 ഒരു കേസ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അവരുടെ കമ്പനി ക്ലോസ് ചെയ്തിട്ടുണ്ട്. അവരുടെ കമ്പനിക്ക് ക്ലോഷറിന് വേണ്ടി അവർ നൽകിയിട്ടുള്ള അവരുടെ മുഴുവൻ രേഖകളും ഫേക്കാണ്. അത് ഈ അന്വേഷണ റിപ്പോർട്ടിനകത്ത് അതുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അത് ഇല്ല എങ്കിൽ അടുത്ത കേസിന് കൂടെ റെഡി ആയിട്ടിരുന്ന വെച്ചാൽ മതി. കാരണം അതിൻ്റെ രേഖകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്.
ഇത് ഒരു കാര്യം എടുത്തു പറയട്ടെ, ഇവിടെ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനും അല്ലെ പിണറായിയുടെ മകനും ഒക്കെ ആയിട്ട് പല കാര്യങ്ങളും ഇവിടെ ചർച്ച ചെയ്തു. ഞാൻ ആ വിഷയങ്ങളിലേക്ക് കിടക്കുകയല്ല. ഇപ്പോൾ തീ കുരുത്തോരാണ് വെയിലത്ത് പാടില്ല എന്ന് പറഞ്ഞു. അരുണിൻ്റെ കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ജ്യോതികുമാറിൻ്റെ കാര്യമാണെങ്കിൽ ഒക്കെ പറഞ്ഞാൽ ശരിയാണ്. കാരണം നമ്മളൊക്കെ റോഡിൽ കിടന്ന് തല്ലുകൊണ്ടിട്ടുണ്ട്, ജയിലിലും പോയിട്ടുണ്ട്. പക്ഷേ നമ്മളൊക്കെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിലെ ഇവിടെ ഈ കേരള സംസ്ഥാനത്ത് സ്വകാര്യ മേഖലയ്ക്ക് പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിൽ കോളേജ് അനുവദിച്ചുകൊണ്ട് UDF സർക്കാർ തീരുമാനമെടുത്തപ്പോൾ അതിനെതിരെ സമരം ചെയ്ത് നമ്മളൊക്കെ ജയിലിൽ കിടക്കുന്ന സമയത്ത് സ്വകാര്യ സർവകലാശാലയിൽ ബെർമിംഗ്ഹാമിലും അമൃത യൂണിവേഴ്സിറ്റിയിലും പഠിക്കുകയായിരുന്നു പിണറായിയുടെ മക്കൾ. അതുകൊണ്ട് തീയിൽ ഇവർ കൊടുത്തിട്ടില്ല, നമ്മൾ വാടുകയല്ലായിരിക്കും, പക്ഷേ ഇവർ വാരിപ്പോവും. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളെ സമരത്തിലിറക്കി വിട്ടിട്ട് ഞാനന്ന് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാണ്. നമ്മളെ സമരത്തിനിറക്കി വിട്ടിട്ട് പിണറായി മക്കളെ സ്വകാര്യ യൂണിവേഴ്സിറ്റിയിലും വിദേശ യൂണിവേഴ്സിറ്റിയിലാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് തീ കുരുത്താന്ന് ഓർക്കണ്ട, ഇത് വാടാനുള്ള കാര്യങ്ങളൊക്കെ ഈ കേസിലുണ്ട്, ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. അത് പ്രത്യേകം മനസ്സിലാക്കുക. പിന്നെ ഇന്നലെ വിശദീകരിക്കുന്നത് കേട്ടു, എൻ്റെ ചോര എന്ന് വിശദീകരിക്കുന്നത് കേട്ടു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആ കാശ് മേടിച്ചതിന് ടാക്സ് അടച്ചെന്ന് എന്ത് ഒരു മുഖ്യമന്ത്രിയല്ലേ ഇങ്ങനെയൊക്കെ പറയാവോ? ഞാൻ കശാപ്പിന് ലൈസൻസ് എടുത്ത ആളെ കൊല്ലാൻ പറ്റുമോ? നിങ്ങൾ ഇനി നാളെ അതും പറയുമല്ലോ, കശാപ്പിന് ലൈസൻസ് എടുത്തെന്ന് പറഞ്ഞാൽ ആളെ കൊല്ലാൻ പറ്റുമോ? അതുപോലെയല്ലേ ഏതെങ്കിലും ഒരു പണം കൈപ്പറ്റിയിട്ട് ആ പണത്തിന് ടാക്സ് അടച്ചെന്ന് പറഞ്ഞാൽ അതുടനെ വെളുക്കുമോ? നിങ്ങൾ എന്താണ് ഈ കേരളത്തിൽ മനസ്സിലായി? ഇത് കേൾക്കുന്ന ആർക്കും വിവരമില്ലേ? അത്ര ബോധമില്ലാത്തവരാണോ മലയാളികൾ? ശരി, ഓക്കെ. രണ്ടു പക്ഷത്തു നിന്നുള്ള ആരോപണങ്ങൾക്കും ഷാരുൺ താങ്കളുടെ ഊഴം മറുപടി പറഞ്ഞു. അല്ല, ഞാൻ ഒറ്റ കാര്യം ഷോണിനോട് ചോദിക്കട്ടെ. ഇതിന്റെ പരാതിയുടെ ഭാഗമായിട്ട് താങ്കൾ കുറെ നടന്നതാണല്ലോ. എന്തുകൊണ്ടാണ് ഈ സമ്മറി കുറ്റപത്രത്തിൽ ഇവിടെ രമേശ് ചെന്നിത്തലയുടെ പേരില്ലാത്തത്? എന്തുകൊണ്ടാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ പേരില്ലാത്തത്? എന്തുകൊണ്ടാണ് ഇബ്രാഹിം കുഞ്ഞിന്റെ പേരില്ലാത്തത്? അവർ വാങ്ങിച്ച രാഷ്ട്രീയ നേതാക്കന്മാർ വാങ്ങിച്ച 95 കോടി രൂപയും അതുപോലെ തന്നെ കോമ്പിറ്റന്റ് ഏജൻസി അല്ലേ, PC ആക്ട് അനുസരിച്ചല്ലേ അവർക്കെതിരെയുള്ള അന്വേഷണം നടത്തുക. SFIOക്ക് അവർക്കെതിരെ കേസെടുക്കാനുള്ള കോമ്പിറ്റൻസ് ഇല്ലല്ലോ. അല്ല, മറുപടിയുണ്ട്, എനിക്ക് മറുപടിയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയാം. ഇത് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഭാഗമായി ഉള്ള കണ്ടന്റ് വച്ചുള്ള അന്വേഷണം, അതിൽ അവർക്ക് ഏജൻസി അന്വേഷിക്കാൻ കഴിയില്ലെങ്കിൽ പോലും അത് കള്ളപ്പണത്തിന്റെ ഭാഗമായിട്ട് വരുമല്ലോ. EDക്ക് അവർ റെഫർ ചെയ്യാമല്ലോ. ഇതും പ്രൊസീഡ്സ് ഓഫ് ക്രൈമിന്റെ ഭാഗമായിട്ട് വരില്ലേ? എന്തുകൊണ്ട് ഈ കണ്ടൻസ് കൃത്യമായി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടൻസ് അത് EDക്ക് അയച്ചു കൊടുക്കുന്നില്ല? അവിടെ എല്ലാം സെറ്റിൽമെന്റ് ആണ്. കാരണം ഇലക്ട്രൽ ബോണ്ട് 170 കോടി രൂപ കൊടുത്ത നേതാക്കന്മാരുണ്ട്, അവർക്കെതിരെ ആരോപണം വരുമ്പോൾ എല്ലാം സെറ്റിൽ ചെയ്യുന്നവരുണ്ട്, അതിന്റെ ഭാഗമായി പാർലമെന്റിൽ ചർച്ചയിൽ പങ്കെടുക്കാത്തവരുണ്ട്. ഇതെല്ലാം ജനങ്ങൾക്ക് കൃത്യമായി തന്നെ കാണാൻ കഴിയും. പിന്നെ ഇവിടെ എന്താ പറയുന്നത്? ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയെയോ മന്ത്രിസഭയെയോ മന്ത്രിമാരെയോ കണക്ട് ചെയ്യാൻ ഒന്നുമില്ലെന്നിരിക്കെ ഗവൺമെന്റിൽ നിന്ന് ഒരു ഇല്ലീഗൽ ഗെയിനും നേടിയിട്ടില്ല, ഒരു അഡ്വാൻറ്റേജും നേടിയിട്ടില്ല എന്ന് കോടതികൾ വ്യക്തമാക്കിയിരിക്കെ ഇവിടെ ബാംഗ്ലൂർ ഹൈക്കോടതിയിലടക്കം SFIO കൊടുത്ത അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഞങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ഈ 182 കോടി രൂപ ഈ കമ്പനിയിൽ നിന്ന് എങ്ങനെയൊക്കെ പോയി, അത് ഫ്രോഡിന്റെ ഭാഗമായിട്ട് വരുമല്ലോ. CMR അല്ലേ കൊടുത്തത്, CMR ആർക്കൊക്കെ കൊടുത്തു എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുത്ത വിവരങ്ങളൊക്കെ വരും. അപ്പൊ സെലക്ടീവ് പ്രോസിക്യൂഷൻ നടക്കുന്നു, സെലക്ടീവ് ലീക്കേജ് നടക്കുന്നു, കോടതി കുറ്റപത്രം സ്വീകരിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ സമ്മറി ഓഫ് ചാർജസ് താങ്കളുടെ കയ്യിലുണ്ടല്ലോ. സമ്മറി ഓഫ് ചാർജസിലെ ഒന്നാമത്തെ ചാർജ് തന്നെയാണ് ഫൈൻഡിംഗ് നമ്പർ 1. എന്താ? ഫ്രോഡുലന്റ് എക്സ്പെൻസസ് ഓഫ് 182 crores. 182 കോടിയുടെ ഫ്രോഡുലന്റ് എക്സ്പെൻസ് ആണ്. അത് ഈ സ്ലഡ്ജ് ഹാൻഡിലിംഗിന്റെ പേരിൽ മറച്ചുവെച്ച യഥാർത്ഥത്തിൽ വേറെ ആവശ്യത്തിന് ചെലവഴിച്ച 182 crore ആണ്. ആ 182 crore-ലാണല്ലോ OC-യും PV-യും ഒക്കെ വരുന്നത്, മറ്റേ രമേശ് ചെന്നിത്തലയുടെയും ഇബ്രാഹിം കുഞ്ഞിന്റെയും കുഞ്ഞാലിക്കുട്ടിയുടെയും ഒക്കെ വരുന്നത്. അപ്പൊ അതില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. പിന്നെ ഈ ഏജൻസിക്ക് കമ്പനികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അന്വേഷിക്കാൻ കഴിയുക. ഇവർക്കൊന്നും കമ്പനി ഇല്ലല്ലോ, ഇവർക്ക് കമ്പനി ഇല്ല. ഏതെങ്കിലും തരത്തിലുള്ള കോൺട്രാക്ട് ഈ CMRL കമ്പനിയുമായി ഞാൻ ചോദിക്കട്ടെ. അല്ല, ഇതിലെ സ്ലഡ്ജ് ഹാൻഡിലിംഗ് ചാർജ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിനോ അമ്പലത്തിൽ ഉത്സവത്തിനോ പള്ളിയിൽ പെരുന്നാളിനോ കൊടുത്തതായെന്നല്ല. എന്റെ കയ്യിലുള്ളത് സമ്മറി ചാർജാ, താങ്കളുടെ കയ്യിലും അതാണ് ഉള്ളതെന്നാണ് ഞാൻ പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്ത സംഭാവന, രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കും അടക്കമാണ് കൊടുത്തത് അണ്ടർ ദ ഗൈസ് ഓഫ് ഹാൻഡ്ലിംഗ് ചാർജസ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ഇതാണെന്ന് വരുത്തി യഥാർത്ഥത്തിൽ ഈ 182 crores കൊടുത്ത് രാഷ്ട്രീയ നേതാക്കൾക്കും മറ്റുള്ളവർക്കുമാണ്. ഇത് മറ്റേതാണെന്ന് ചിത്രീകരിച്ചുകൊണ്ട് എന്നാണ് ഈ പറഞ്ഞ ചാർജ് ഷീറ്റിൽ പറയുന്നത്, സമ്മറി ഓഫ് ചാർജസ് പറയുന്നത്. ആ പൈസ തന്നെയാണ് ഈ പൈസ. എനിക്കറിയില്ല, അത് കുറ്റപത്രം നോക്കിയാലേ നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. കുറ്റപത്രം ഇതെല്ലാം സെലക്ടീവ് ലീക്കേജിന്റെ ഭാഗമായി പത്രക്കാർക്ക്
ഇത് എന്റെ കയ്യിലും താങ്കളുടെ കയ്യിലുള്ള ഒരേ കാര്യമല്ലേ? വെച്ച് വാർത്ത കൊടുക്കുക, ഇപ്പൊ സെലക്ടീവ് പ്രശ്നം എന്താ? എത്ര ദിവസം ഇവിടെ അല്ല ഒറ്റ എത്ര ദിവസം ഞാൻ പറയട്ടെ, എത്ര ദിവസം ചർച്ച ചെയ്യാമോ അതെല്ലാം ചർച്ച ചെയ്യുക. എങ്ങനെയെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ ഇത് വളച്ചുകൂട്ടിയെടുക്കുക. പറയട്ടെ അവസാനം ഇത് തെറ്റാണെന്ന് ബോധ്യപ്പെടുമ്പോ അവിടെ വെച്ച് അവസാനിപ്പിക്കുക. ഇത് തന്നെയാണ് തന്നെയാണ് ഞാനാണ് ആ വ്യക്തി, ഞാനാണ് പണം വാങ്ങിച്ചെന്ന് സാക്ഷാൽ ചെന്നിത്തല പറയുന്നു. എന്തേ ബി.ജെ.പിക്ക് പരാതിയില്ല? പരാതിയില്ല. ഷോൺ ജോർജിന് ഒരു പരാതിയില്ല. കുഞ്ഞാലിക്കുട്ടി പറയുന്നു ഞാനാണ് ആ കുഞ്ഞാലിക്കുട്ടി, ഞാനാണ് പണം വാങ്ങിച്ചത്. ഒരു പരാതിയില്ല. ഇവർക്കെല്ലാം പരാതി കേരളത്തിന്റെ മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഞാനൊരു പണം വാങ്ങിച്ചിട്ടില്ല, അതിൽ പറയുന്ന ആൾ ഞാനല്ലെന്ന്. മുഖ്യമന്ത്രി അത് പറയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി പറയാൻ കഴിയുന്നില്ല? അല്ലല്ല, ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞപ്പോ പിണറായി വിജയൻ ഇതിനെ സംബന്ധിച്ച് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ആരോപണമല്ലേ? നിങ്ങൾ ആരോപണങ്ങൾക്ക് പുറകെ തന്നെ അത് വിട്ടാ മതിയോ? പി വി ആരാണ് പിണറായി വിജയൻ ആ രേഖയിൽ തന്നെ ഉണ്ടല്ലോ. പി വി ആരാണ്, ഒ സി ആരാണ്, ആർ സി ആരാണ്, പി കെ ആരാണെന്നൊക്കെ അതിൽ തർക്കത്തിന് പോലും പ്രസക്തിയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പച്ചയായി രേഖയിലുള്ള കാര്യം അംഗീകരിക്കാത്ത അരുൺകുമാർ വന്നെന്ന് ചോദിക്കുക എന്തിനാ രമേശ് ചെന്നിത്തല പൈസ മേടിച്ചെന്ന്. ശരി എന്ന് പറഞ്ഞ ആളെ കുറിച്ചാണ് ചോദിക്കുന്നത്. ശരി, മൗലികമായ ഒരു വിഷയം അവിടെ ബാക്കിയുണ്ട്, അതിലേക്ക് വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. ഷോൺ ജോർജ്, താങ്കളാണ് SFIO അന്വേഷണം ആവശ്യപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ സെലക്റ്റീവ് ആയിട്ടാണ് SFIO കാര്യങ്ങൾ കാണുന്നത് എന്ന ചാർജസിന് ഒരു മറുപടി വേണം. ഇവിടെ ഇപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ അതുപോലെ തന്നെ സ്ലഡ്ജ് ഹാൻഡ്ലിംഗ് എന്ന വ്യാജേന ചെലവാക്കിയ 182 crores കുറിച്ച് പറയുന്നുണ്ട്. അത് ഈ പറഞ്ഞ മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെ പണമാണോ എന്ന് വ്യക്തതയില്ല എന്ന് അരുൺ പറയുന്നു, ചൂണ്ടിക്കാണിക്കുന്നു. ഒന്ന്, ഇപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന പേര് 162 പേജുള്ള ഇപ്പോൾ കൊടുത്തിട്ടുള്ള ഈ റിപ്പോർട്ടിനകത്തുണ്ടോ എനിക്കറിയത്തില്ല. അരുൺ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ വീണ വിജയൻ എന്ന് പറയുന്ന കമ്പനി നിയമപ്രകാരം കുറ്റം ചെയ്തിട്ടുള്ള, കോർപ്പറേറ്റ് ഫ്രോഡ് ചെയ്തിട്ടുള്ള സെക്ഷൻ 447 അനുസരിച്ചുള്ള കുറ്റം ചെയ്ത വ്യക്തിയുടെ പേരവിടെയുണ്ട്. പിണറായി വിജയൻ്റെ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി നമ്മുടെ രമേശ് ചെന്നിത്തലയുടെയോ ഉമ്മൻചാണ്ടിയുടെയോ ഇബ്രാഹിം കുഞ്ഞിൻ്റെയോ കുഞ്ഞാലിക്കുട്ടിയുടെ പേരുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അതിനകത്ത് അവരുടെ പേരുകൾ ഉൾക്കൊള്ളുന്ന സാഹചര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പിണറായി വിജയൻ്റെ പേരുണ്ട് എങ്കിൽ അവരുടെ പേരുണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാരണം ഞാൻ കൊടുത്ത പരാതിയിൽ അത് ഇൻറ്ററം സെറ്റിൽമെൻറ്റ് ബോർഡിൽ ഏതൊക്കെ വ്യക്തികളുടെ പേര് വന്നിട്ടുണ്ട്, ആ മുഴുവൻ വ്യക്തികളും അതുകൂടാതെ പേര് പരാമർശിക്കാത്ത വ്യക്തികളുടെയും പൂർണ്ണമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ കോടതിയിൽ പോയത്. അത് പ്രത്യേകം അറിയിക്കുന്നു. പിന്നെ അദ്ദേഹം സൂചിപ്പിച്ച മറ്റൊരു കാര്യം കൂടെ, ഇവിടെ ഇൻകം ടാക്സിൻ്റെ ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഇൻകം ടാക്സിന് ഈ ഇൻറ്ററം സെറ്റിൽമെൻറ്റ് ബോർഡിന് ഇൻകം ടാക്സിൻ്റെ ഇമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു പറഞ്ഞു. ഒരു കാര്യം എടുത്തു പറയേണ്ട ഒരു വിഷയം, ഇൻകം ടാക്സിൻ്റെ ഇമ്മ്യൂണിറ്റി അവർക്കുള്ള ഇമ്മ്യൂണിറ്റി ഇൻകം ടാക്സിന് മാത്രമല്ല ഇൻറ്ററം സെറ്റിൽമെൻറ്റ് ബോർഡിൽ ഒരു വിഷയം ഒരു ഫാക്റ്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കള്ളത്തരം നടന്നു എന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ ആ ഓർഡർ റദ്ദായി. അതിന് 3 ഇരട്ടി ഫൈൻ ചെയ്തതാണ് ഇങ്ങോട്ട് എടുക്കുന്നത്. 132 കോടി രൂപ എന്ന് പറഞ്ഞ് തുടങ്ങിയ വിഷയം 182 ആയപ്പോൾ തന്നെ ആ വിഷയം പോയി. ആ വിഷയമേ കഴിഞ്ഞു. പിന്നെ ഇനി ഒരു കാര്യം കൂടെ പറയാം. ഈ പണം എന്തിനു നൽകി, ആരൊക്കെ വാങ്ങി, ഇതുമൂലം സംസ്ഥാനത്തിന് എന്തൊക്കെ നഷ്ടമുണ്ടായിട്ടുണ്ട്, ഇതെല്ലാം ഇനി അന്വേഷണ വിധേയമാകേണ്ട വിഷയമാണ്. ഒരു കാര്യം തീർത്ത് പറയാം, ഞാൻ തീർത്ത് പറയുന്നു, ഞാൻ ഉൾപ്പെടെ എത്ര പൊതുപ്രവർത്തകർ ഇതിനകത്ത് പണം വാങ്ങിയിട്ടുണ്ടോ അവരിലേക്കെല്ലാം അന്വേഷണം എത്തിയതിനു ശേഷം മാത്രമേ ഞാൻ എന്റെ നിലപാടിൽ നിന്ന് പുറകോട്ട് പോകും. ശരി, അരുൺ, SFIO അന്വേഷിക്കുന്നത് കമ്പനി നിയമത്തിന്റെ വയലേഷനാണ്. PVO, OCO, RCO, പിന്നെ PKO ഒന്നും കമ്പനി നടത്തുന്നില്ല. അതുകൊണ്ട് SFIOക്ക് അവരുടെ പേരിൽ ചാർജ് കൊടുക്കാൻ പറ്റില്ല. വീണ തൈക്കണ്ടിയിൽ കമ്പനി നടത്തുന്നു, അതുകൊണ്ട് അവരുടെ പേരിൽ ചാർജ് കൊടുക്കുന്നു. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം താങ്കൾ അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ അറിയാത്തതല്ലോ. അവസാനിപ്പിക്കാം നമുക്ക്. അല്ല, ഇപ്പൊ ഈ ചർച്ചയുടെ ഭാഗമായി വരുന്നത് SFIOയുടെ അന്വേഷണം അല്ലല്ലോ. ED കുറ്റപത്രത്തിന്റെ കോപ്പി എടുക്കുന്നു, ED വരുന്നു, അത് കഴിഞ്ഞ് ആദായ നികുതി വകുപ്പ് വരുന്നു, മറ്റ് ഏജൻസികൾ വരുന്നു. ഈ രാജ്യത്തുള്ള എല്ലാ ഏജൻസികളും കേരളത്തിലേക്ക് വരുന്നു എന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പറഞ്ഞത് ഏത് ഏജൻസി വന്നാലും ഞങ്ങൾക്കൊരു ഭയമില്ല, ഒരു മടിയില്ല.
ആ ഏജൻസിയുടെ വഴിക്ക് പോകട്ടെ. ആ കേസിൽ പ്രതിയായവർ വേണ്ടപ്പെട്ട രേഖയും മൊഴിയും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം, CPM-നെ സംബന്ധിച്ചിടത്തോളം നിയമപരമായ കാര്യങ്ങൾ നിയമപരമായി നേരിടും, രാഷ്ട്രീയപരമായ കാര്യങ്ങൾ രാഷ്ട്രീയപരമായി നേരിടും. കേന്ദ്ര അന്വേഷണ എന്തായാലും തെരഞ്ഞെടുപ്പ് വർഷം വരാൻ പോകുന്നതിന് മുമ്പ് ഏജൻസികൾ വരും. നല്ല രസമായിരിക്കും. ഒരു ഏറ്റുമുട്ടൽ, രാഷ്ട്രീയമായ പ്രതിരോധം ഒക്കെ നമുക്ക് ഒരു പക്ഷേ കാണേണ്ടി വരുമെന്ന് തോന്നുന്നു. വളരെ നന്ദി ശ്രീ അരുൺകുമാർ, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഒപ്പം ശ്രീ ഷോൺ ജോർജ് സംസാരിച്ചതിന്. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.